السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وأصحابه الفائزين برضوان الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. نتوسل بالحبابة والبتول المستطابة والنبي ثم الصحابة فعسى دعوى مجابة. صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. خير خلق الله طه مثل شمس في ضحاها. هذه دنيا نراها في ضياء من محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. زابز گنبد والے منظور دعا کرنا جب وقت نزا آئے. دیدار عطا کرنا ایمان മടങ്ങും ത്വയ്ബ മണ്ണിനെന്തൊരു ത്വയ്ബ. ഇശ്ഖിന്റെ അഹ്ലിനു കഅബ ഇത് ആലമിന്റെ ഖൽബ. അസ്സലാത്തു അലൻ നബി والحبيب العربي والحبيب العربي. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അല്ലാഹു അവനെ പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ മജ്ലിസിലെ പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെയും അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. സാഹചര്യങ്ങളൊക്കെ ഹബീബായ നബി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അനുകൂലമാക്കി തരുമാറാകട്ടെ.
അല്ലാഹു റബ്ബുൽ ആലമീൻ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഹാജത്തുകൾ അല്ലാഹു വീട്ടിത്തരുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ തൊട്ട് മൺമറഞ്ഞവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ബിഹഖ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട ജൗഹരി ഉസ്താദ് അവറുകൾ, മറ്റു പണ്ഡിത മഹത്തുക്കൾ, ഇവിടുത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർവാദരണീയരായ ഉമറാക്കളും ഉലമാക്കളും എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാവരെയും പരിഗണിച്ച് നാളെ ഹബീബായ നബി തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യമുള്ളവരിൽ ചേർത്തു നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെയും കേട്ടതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്തെ പ്രവണതകളെ ഇസ്ലാമികമായി, ധാർമ്മികമായി, പരിശുദ്ധമായ മതം മുന്നോട്ട് വെക്കുന്ന ആശയതലങ്ങളുടെ മേലെ നിന്നുകൊണ്ട് അവയിലുണ്ടാകുന്ന ജീർണതകളെ തിരുത്തുവാനും മനസ്സിലാക്കുവാനും ഒക്കെ വേണ്ടി കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കർണാടകയിലെ ഉലമാ ഭഗീരമായ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തായ നിക്കാഹ്, പരിശുദ്ധമായ മതം നമുക്ക് കൃത്യമായി ചിട്ടപ്പെടുത്തി കാണിച്ചു തന്ന അതിൻ്റെ ചടങ്ങുകൾ, അവയെല്ലാം ഇന്ന് ദുരാചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും കൂത്തരങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുന്ന സങ്കടകരമായ സാഹചര്യത്തിൽ ഒരല്പമെങ്കിലും ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനെതിരെ സംസാരിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. അല്ലാഹുവിന്റെ മതം, പരിശുദ്ധമായ ഇസ്ലാം ആരാധനകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മതമല്ല. 5 നേരത്തെ നിസ്കാരത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു മതം, അങ്ങനെ ഒരു മതത്തെയല്ല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഒരു മാസത്തെ നോമ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മതം, അങ്ങനെ ഒരു മതത്തെയല്ല ലോകപ്രവാചകർ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു തന്നത്. സക്കാത്ത് കൊടുക്കുന്നതിലൂടെ മാത്രം ഒതുങ്ങിത്തീരുന്ന, ഹജ്ജിന് പോകുന്നതിലൂടെ പൂർത്തിയാകുന്ന ഒരു മതദർശനമല്ല പരിശുദ്ധമായ ഇസ്ലാം. ആചാരങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ അപ്പുറം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന മതം. ഒരു മനുഷ്യന്റെ ജനനം മുതൽ 6 അടി മണ്ണിലേക്ക് താഴ്ത്തിവെച്ച് പിരിയുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളെയും മനോഹരമായി അടയാളപ്പെടുത്തി ആ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അനുവർത്തിക്കേണ്ട ശൈലി ശാസ്ത്രത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനം കടന്നുപോയത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം എടുത്തുവെച്ച് വായിക്കൂ. പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള വിശ്വാസിയുടെ ജീവിതമല്ല, ഭൂമി ലോകത്തേക്ക് ആദ്യമായി പിറന്നു വീഴുന്ന കുഞ്ഞോമനയുടെ കാതുകളിൽ മന്ത്രിച്ചു കൊടുക്കുന്ന മന്ത്രം മുതൽ 6 അടി മണ്ണിന്റെ താഴെ വരെ അവനെ താഴ്ത്തിവെച്ചിട്ട് അവസാനമായി എന്തു ചൊല്ലി പിരിയണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ മതത്തിന് കൃത്യമായ ദർശനമുണ്ട്. വിശുദ്ധമായ മതം, അതിന്റെ നിലപാട് പറയാത്ത ഒരു സാഹചര്യം മനുഷ്യന്റെ ജീവിതത്തിൽ എവിടെയും ഇല്ല. എല്ലാ ജീവിത മേഖലകളിലും അല്ലാഹുവിന്റെ മതം അതിന്റെ ശരിയായ നിലപാടുകളെ കാണിച്ചു തരുകയാണ്. അതിന്റെ ജീവോദാഹരണമായിരുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബി തങ്ങളുടെ ചിട്ടകളെ മുറ പോലെ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബത്ത് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തെ പൂർത്തീകരിച്ചത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മതം, യാ അയ്യുഹല്ലദീന ആമനൂ ഖുലൂ ഫിസ്സിൽമി കാഫ, പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്.
പേരുകൊണ്ടൊരു മുസ്ലിമല്ല, പേരുകൊണ്ടൊരു നാമം കൊണ്ട് മുസ്ലിം എന്ന് പറയാനല്ല. പരിപൂർണമായി ദീനിലേക്ക് പ്രവേശിക്കുക, എല്ലാ അർത്ഥത്തിലും ഒരു മുസ്ലിമായി മാറുക, എല്ലാ അർത്ഥത്തിലും ഒരു മുഅ്മിനായി മാറുക, എല്ലാ അർത്ഥത്തിലും വിശ്വാസിയായി മാറുക, എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിനെ പൊരുത്തപ്പെട്ടവരാവുക. അപ്പോഴാണ് ഒരാൾ അയാളുടെ ജീവിതത്തെ, അയാളുടെ വിശ്വാസത്തെ, അയാൾ ലോകത്തിന്റെ മുമ്പിൽ ഞാനൊരു മുസ്ലിമാണ്, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹ്. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ ഇസ്ലാമങ്ങ് മാറി നിൽക്കട്ടെ എന്നുള്ള ചിന്തയല്ല, നോമ്പ് കാലം കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ചിട്ടകൾ മാറട്ടെ എന്ന ചിന്തയല്ല, പരിശുദ്ധമായ ഹറമൈനിൽ ചെന്ന് ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നാൽ ഇസ്ലാം പൂർത്തിയായെന്ന ചിന്തയല്ല. എല്ലാ തലത്തിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ സന്ധികളിലും എല്ലാ നേരങ്ങളിലും ഇടപെടുന്ന മതം, ആ മതത്തിലേക്ക് പൂർണ്ണമായുള്ള പ്രവേശനം, എല്ലാ അനക്കവും അടക്കവും ഒതുക്കവും ജീവിതവും മരണവും എല്ലാം ലില്ലാഹ്. അപ്പോഴാണ് അവൻ വിശ്വാസിയായി മാറുന്നത്. എല്ലാം അല്ലാഹുവിന് വേണ്ടിയാകുമ്പോഴാണ് വിശ്വാസിയാകുന്നത്. എല്ലാ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും എല്ലാ ഉറക്കങ്ങളും അനക്കങ്ങളും എല്ലാ ഉണർവുകളും ചിട്ടകളും വാക്കുകളും പ്രവർത്തനങ്ങളും എല്ലാം ഇസ്ലാമിനേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ് അവൻ ശരിയായ വിശ്വാസിയാകുന്നത്. ഞാൻ അങ്ങനെയാണെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹ്. അങ്ങനെയാണല്ലോ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളും പ്രതിജ്ഞ ചെയ്യാറുള്ളത്. എല്ലാം 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 അല്ലാഹു ആകുന്ന രക്ഷിതാവിനു വേണ്ടിയാണ്. എന്റെ എല്ലാ അനക്കവും ആ രക്ഷിതാവിന്റെ തൃപ്തിക്കുമേലെയാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഓരോ വിഷയവും നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. എന്റെ വാക്കുകൾ, എന്റെ പ്രവർത്തനങ്ങൾ, എന്റെ ഇടപാടുകൾ, എന്റെ ജീവിതം, എന്റെ ജീവിതചര്യകൾ, ചിട്ടകൾ എല്ലാം ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്ന പ്രഭാതം മുതൽ ഞാൻ എന്റെ ബെഡിലേക്ക് തിരിച്ചെത്തുന്ന പാതിരാവ് വരെ എന്റെ ചലനങ്ങളെല്ലാം അല്ലാഹുവിന് വേണ്ടിയാണ്. എന്റെ ജീവിതത്തിന്റെ പ്രമേയം തന്നെ റബ്ബിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ്. അപ്പോഴാണ് അവൻ വിശ്വാസത്തിന്റെ പാരമ്യത്തിലെത്തുമ്പോ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിജയത്തിന്റെ സന്തോഷമായ വാതായനങ്ങൾ അവനു മേലെ തുറന്നു കിട്ടുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് അവൻ വിശ്വാസിയാകുന്നത്. വിശ്വാസി ആയാലോ അവന്റെ മുമ്പിൽ പ്രയാസങ്ങളില്ല, പ്രതിസന്ധികളില്ല. അവന് തരണം ചെയ്യാനുള്ളത് എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും അല്ലാഹു ആകുന്ന രക്ഷിതാവിന്റെ കരുതൽ അവന്റെ കൂടെ വരികയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ആരാണ് അബൂ ഉബൈദ? അമീനുൽ ഉമ്മ എന്ന ഹബീബായ നബി തങ്ങൾ പറഞ്ഞ നേതാവ്. തന്റെ വാൾത്തലപ്പ് കൊണ്ട് ഷാമിന്റെ പ്രദേശങ്ങളെ കീഴ്പ്പെടുത്തിയിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ തേരോട്ടം നടത്തിയ നേതാവ്. ബൈത്തുൽ മുഖദ്ദസിന്റെ താഴികക്കുടങ്ങൾക്ക് താഴെ അജയ്യമായ വിശ്വാസത്തിന്റെ വെണ്ണിക്കൊടി പറപ്പിച്ച നേതാവ്. അല്ലാഹുവിന്റെ കലാം ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ഒരു രാപ്രയാണത്തിന്റെ ചരിത്രം പറഞ്ഞപ്പോ അത്യുജ്വലമായി അടയാളപ്പെടുത്തിയ മസ്ജിദുൽ അഖ്സയുടെ താഴികക്കുടങ്ങൾക്കു താഴെ പരിശുദ്ധമായ ദീനിന്റെ വിജയ പതാക പറപ്പിച്ച നേതാവ് അമീനുൽ ഉമ്മ സയ്യിദുനാ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽപ്പെട്ട സ്വഹാബി. സുമ്മറിളാ അൻ അബീ ബക്രിൻ വഅൻ ഉമരി
وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم صل مولاي صل وسلم دائما أبدا. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിൽ നിൽക്കുന്ന നേരത്താണ് ബൈത്തുൽ മുഖദ്ദസ് കാണാൻ വേണ്ടി എത്തിച്ചേരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ വരവ് കാത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് ഒരുപാട് മനുഷ്യരുണ്ട്. അന്നത്തെ ക്രൈസ്തവ പാതിരിമാരവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അന്നത്തെ വിവിധ മതമേലധ്യക്ഷന്മാര് കാത്തു നിൽക്കുന്നുണ്ട്. അറേബ്യയുടെ മരുമണലിന്റെ മടിത്തട്ടിലെ മാന്യതയുടെ നീതിയുടെ അടയാളം നടത്തിയ പ്രവാചക പ്രഭുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, ലോകമറിയുന്ന നേതാവ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരിയുടെ ആ വരവ് കാണാൻ കാത്തു നിൽക്കുന്ന ജനങ്ങൾ, അവരുടെ പ്രൗഢി കാണാൻ കാത്തു നിൽക്കുന്ന ജനങ്ങൾ, കിസ്റായുടെ മടിത്തട്ടും കൈസറിന്റെ ക്രൗര്യവും ശൗര്യവും കണ്ട ജനങ്ങൾ, പേർഷ്യയിലൂടെ പടനായകത്വം വഹിച്ചു മുന്നേറിയ എത്രയോ ഭരണാധികാരികളെ കണ്ട ആളുകൾ, വലിയ കൊട്ടാരങ്ങളും മട്ടുപ്പാവുകളും പല്ലക്കുകളും കണ്ട ജനങ്ങൾ, അവരിൽ പലരും ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് വന്നു നിൽക്കുന്നതെന്തിനാണ്? അകലെ അകലെ കിസ്റായുടെ, കൈസറിന്റെ, റോമയുടെ, പേർഷ്യയുടെ, ആഫ്രിക്കയുടെ ലോകം കണ്ട അതുല്യമായ നീതിയുടെ ദർശനങ്ങൾ അടയാളപ്പെടുത്തി അത്യുജ്വലമായ വിജയ പതാക നാട്ടിയ പ്രവാചക പ്രഭുവിന്റെ പ്രിയപ്പെട്ട ഉമർ, ആ ഉമറിന്റെ വരവെങ്ങനെയാണെന്നറിയാൻ, അവരെങ്ങനെ വരുന്നു എന്നറിയാൻ ചരിത്രങ്ങളിൽ പറഞ്ഞു കേട്ട ഉമറിന്റെ ക്രൗര്യവും ശൗര്യവും അവരുടെ ആഡംബരങ്ങളും അറിയാൻ കാത്തുനിന്നവരുടെ മുന്നിലേക്ക് അകലെ നിന്നതാ രണ്ടുപേര് നടന്നു വരികയാണ്. ഒരാൾ ഒട്ടകത്തിന്റെ താഴേക്ക് കിടക്കുന്ന കടിഞ്ഞാണ് പിടിച്ചുകൊണ്ടുവരുന്നു, മറ്റൊരാൾ അതിന്റെ മേലെ ഇരിക്കുന്നു. അപ്പോഴാണ് ആ ജനങ്ങളെ മുഴുവനും നോക്കി നിർത്തിക്കൊണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നത്, അതെന്റെ ഖലീഫയാണ്, അതെന്റെ ഖലീഫയാണ്, അതെന്റെ ഖലീഫയാണ്. മദീനയിൽ നിന്ന് യാത്ര തിരിച്ചത് വെച്ച് നോക്കുമ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തെത്താൻ നേരമായിട്ടുണ്ട്. ബാക്കിയുള്ളവർ ചോദിച്ചു, അതാണോ ഖലീഫ? അതെ, അതുതന്നെയാണ് ഞങ്ങളുടെ ഖലീഫ. ഈ മരുമണ്ണിലൂടെ ഒരു അംഗരക്ഷകരുമില്ലാതെ രണ്ടുപേര് നടന്നു വരികയോ, അതും എല്ലാ മനുഷ്യരും ഉറ്റുനോക്കുന്ന മദീനയുടെ നായകനോ, എല്ലാവരും കാത്തു നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ തങ്ങൾക്ക് തന്റെ കണ്ണുകൾ വിശ്വസിക്കാനാകുന്നില്ല. കുതിരപ്പുറത്തിരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളല്ല, കുതിരപ്പുറത്തിരിക്കുന്നത് ഉമറിന്റെ പരിചാരകനാണ്. കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ചു നടക്കുന്നതാണ് മദീനയുടെ നേതാവ് അമീറുൽ മുഅ്മിനീൻ. ആ ഒട്ടകത്തിന്റെ കുതിരയുടെ കുളമ്പ് ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിലെത്തുന്നതിന് മുമ്പ് അബൂ ഉബൈദ തങ്ങൾ ഓടിയടുത്തേക്ക് ചെന്നു. അതാ ഖലീഫയുടെ കയ്യിൽ നിന്ന് കടിഞ്ഞാണ് വാങ്ങി ആലിംഗനം ചെയ്തു. ഖലീഫ, അങ്ങേക്ക് ഈ ഒട്ടകത്തിന്റെ മേലെ ഇരിക്കാൻ കഴിയുമായിരുന്നില്ലേ ഖലീഫ? അങ്ങേ കൊട്ടകത്തിന്റെ മേലെ ഇരുന്ന് വരാൻ കഴിയുമായിരുന്നില്ലേ ഖലീഫ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മറുപടി പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ തങ്ങൾ ആ ശരീരം ഇങ്ങനെ നോക്കുമ്പോ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീന്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം അവിടെയായി കണ്ടം വെച്ചിരിക്കുകയാണ്. അവിടെയായി വസ്ത്രത്തിൽ തുന്നലുകൾ കാണാം, കണ്ടം വെച്ചതിന്റെ അടയാളങ്ങൾ കാണാം. ഖലീഫ, നല്ലൊരു വസ്ത്രം ധരിച്ചു വന്നുകൂടായിരുന്നോ ഖലീഫ? മദീനയിൽ നിന്ന് ആരെങ്കിലും ആളുകളെ കൂട്ടി വന്നുകൂടായിരുന്നോ ഖലീഫ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞില്ല. അബൂ ഉബൈദ എന്നവരുടെ കൈ പിടിച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് കൂടി ഇങ്ങനെ നടന്നു. ഇതാണ് ക്രൈസ്തവ വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന അവരുടെ ബിഷപ്പുമാർ, അവരുടെ പാതിരിമാർ. അവരുടെ കൈ പിടിച്ചു, അവരോട് സന്ധി വർത്തമാനങ്ങൾ പറഞ്ഞു.
അവർക്ക് സമാധാനം. യേശുക്രിസ്തു പിറന്ന മണ്ണ് മുസ്ലിങ്ങളുടെ കയ്യിൽ തന്നു പോകാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. യേശുക്രിസ്തു പിറന്ന മണ്ണ് മുസ്ലിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു പോകാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല, അതും നിങ്ങളുടെ കയ്യിൽ. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോവില്ല. ഈ മണ്ണ് ജൂതന്മാരെ നിങ്ങൾ ഏൽപ്പിക്കാൻ പാടില്ല. ചരിത്രത്തിൽ അങ്ങനെ ഒരു കരാറുണ്ട്. ഖലീഫ ജൂതന്മാർക്ക് നിങ്ങൾ ഈ മണ്ണിലേക്ക് പ്രവേശനം നടത്തരുത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ഒരു അനീതിയുടെ മതം ഞങ്ങൾ പഠിച്ചിട്ടില്ല. ജൂതന്മാർക്ക് ഇവിടെ പ്രാർത്ഥന നടത്തണോ? പ്രാർത്ഥന നടത്താം. ഞങ്ങൾ നീതിയുടെ പക്ഷത്താണ്, ഞങ്ങളെപ്പോഴും ന്യായത്തിന്റെ പക്ഷത്താണ്. അവരുടെ മതാവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. അവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണോ? പ്രാർത്ഥിച്ചോട്ടെ. അന്നുവരെ ആട്ടിയോടിക്കപ്പെട്ടിരുന്ന ജൂത സമൂഹം ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്തേക്ക് ധൈര്യത്തോടെ വന്നത് മുസ്ലിങ്ങൾ അവിടെ ഭരണാധികാരികളായതിനു ശേഷമാണ്. 400 കൊല്ലം അതിന്റെ കാവൽക്കാരായി നിന്നത് ഇസ്ലാമിക ഖിലാഫത്ത് ഏൽപ്പിച്ച കാവൽക്കാർ. ഫലസ്തീനിന്റെ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്, ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ ഇങ്ങനെ നടന്നു. അവിടുത്തെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞു, കണ്ടു. ആ നീതിയുടെ പാഠങ്ങൾ ഇന്നും ലോകം പഠിക്കേണ്ടതുണ്ട്. അധികാരത്തിന്റെ മേലെ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹങ്ങളെ മുഴുവനും വേട്ടയാടുന്നവരുടെ മുന്നിൽ കിടക്കുന്ന തുറന്ന പുസ്തകമാണ് ഖലീഫ ഉമറിന്റെ ജീവിതം റളിയല്ലാഹു അൻഹു. അധികാരത്തിന്റെ മേലെ എത്തിയപ്പോഴേക്ക് ഇവിടെയുള്ള പാവങ്ങളായ മനുഷ്യരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നവർ ഏതെല്ലാം മേഖലയിലാണ്? കേരളം മുഴുവൻ ഇപ്പൊ SIR-ന്റെ ഓട്ടത്തിലാണ്. അധികം വൈകാതെ കർണാടകയിലും വരും എന്ന് തോന്നുന്നു. 68 ലക്ഷം മനുഷ്യരെയാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിക്കളഞ്ഞത്. വോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ ID കാർഡുമായിട്ട് ബൂത്തിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾക്ക് ആർക്കും വോട്ടില്ല. വെട്ടിക്കളഞ്ഞതിലധികവും മുസ്ലിങ്ങളും സ്ത്രീകളും ദളിതരുമാണെന്ന് യോഗീന്ദ്ര യാദവ് എഴുതിയ ലേഖനത്തിൽ കാണാം. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അവകാശങ്ങൾ ഹനിച്ചു. അവരെ വോട്ടർ പട്ടികയിൽ അവരുടെ ഏറ്റവും വലിയ അവകാശങ്ങളിലൊന്നായ സമ്മതിദാനാവകാശം, അതിൽ നിന്ന് അവരെ വെട്ടിക്കളഞ്ഞു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ, ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ മാത്രം മതി പട്ടികയിൽ. അങ്ങനെ ഒരു തീരുമാനം കൂടിയാണ്. അപ്പൊ അവിടെ ആലോചിച്ചു നോക്കൂ. അപ്പൊ അടുത്ത ഘട്ടമായി കേരളത്തിലേക്ക് വന്നു. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളെ മരണപ്പെട്ടു പോയവരെ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ബഹുമാനിക്കാത്ത മക്കളൊക്കെ ഇപ്പോ വാപ്പയുടെ പേരെന്തായിരുന്നു? 2002 പട്ടികയിൽ മൂപ്പരുണ്ടോ? മൂപ്പരെവിടെ വോട്ട് ചെയ്തത്? പള്ളിക്കാട്ടിലൊക്കെ വന്ന് ചുറ്റിത്തിരിയാ. വാപ്പാന്റെ കബറിന്റെ അടുത്ത് വന്നൊരു ഫാത്തിഹ ഓതാത്തവും പോലും മീസാൻ കല്ല് നോക്കി വരിക. വാപ്പയുടെ ഒഫീഷ്യൽ നെയിം എന്തായിരുന്നു? മീസാൻ കല്ലിലാണ് അത് ഉണ്ടാവുക. വാപ്പയുടെ ഒഫീഷ്യൽ നെയിം എന്തായിരുന്നു? പാൻറ്റും ഇങ്ങനെ കെട്ടിയിട്ട്. വാപ്പ എന്തിനാ ഇവിടെ കിടന്ന് തിരിയുന്നത്? അത് വാപ്പാന്റെ പേരെന്താ നോക്കാനാണ്. മൂപ്പരെ വീട്ടിൽ വിളിക്കുന്ന പേരല്ല വോട്ടർ പട്ടികയിൽ ഉണ്ടാവുക. 2002 വോട്ടർ പട്ടികയിൽ ഉമ്മാന്റെ പേരുണ്ട്. അത് മീസാൻ കല്ല് ഇപ്പോഴാ നോക്കാൻ വരുന്നത്. പള്ളിക്കാട്ടിൽ വന്നിട്ട് ചുറ്റിത്തിരിയാ. നോക്കൂ, എത്രയോ മനുഷ്യർ ആശങ്കപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്നു. എത്രയോ മോശപ്പെട്ട നിയമങ്ങൾ നമ്മുടെ മേൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാടുകളിലെ വഖഫ് സ്വത്തുകൾ മുഴുവൻ മഹല്ല് ഉത്തരവാദിത്തപ്പെട്ടവരും ഭാരവാഹികളും ഒക്കെ എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മനസ്സിലാക്കാൻ കൂടിയാണ്. മഹല്ല് രേഖകൾ മുഴുവൻ ഉമീദ് പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യാൻ ഉന്നതാധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. ഉമീദ് പോർട്ടലിൽ ചെന്ന് കയറുമ്പോൾ കാണാം അവിടെ ഈ വഖഫ് ചെയ്തതിൽ ഏതെങ്കിലും ഇതര മതസ്ഥരുണ്ടോ? അതായത് മുസ്ലിങ്ങളല്ലാത്ത ആരെങ്കിലും വഖഫ് ചെയ്ത സ്വത്താണോ ഇത് എന്ന് വഖഫ് പോർട്ടൽ ചോദിക്കുകയാണ് നമ്മളോട്. മുസ്ലിം അല്ലാത്ത ആരെങ്കിലും വഖഫ് ചെയ്ത സ്വത്താണോ ഇത്? വേറെ ഒരു ചോദ്യമുണ്ട്, ഈ വഖഫ് സ്വത്തുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കേസ് നടക്കുന്നുണ്ടോ? അത് ഏത് മതക്കാരനുമായിട്ടാണ് ആ കേസ് നടക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഔദ്യോഗികമായി ഒരു രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളുടെ കീഴിൽ വരുന്ന ഒരു പോർട്ടൽ പച്ചയ്ക്ക് വർഗീയത ചോദിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ കേസ് നടക്കുന്നുണ്ടോന്നല്ല, ഈ വഖഫ് സ്വത്തുമായി കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ആളിന്റെ മതം ഏതാണ്? ആ മതം ഒന്ന് പറഞ്ഞു തരൂ. ഇപ്പോഴും പലരും ഉണർന്ന് ചിന്തിച്ചിട്ടില്ല. രാജ്യവ്യാപകമായുള്ള വഖഫ് സ്വത്തുകൾ കൃത്യമായി സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ വരുന്ന ഭാവിയിൽ എന്താണ് സംഭവിക്കാന്നറിയില്ല.
വഖഫ് രേഖകളിൽ ഇല്ലാത്ത അല്ലെങ്കിൽ വഖഫ് പോർട്ടലുകളിൽ വന്നിട്ടില്ലാത്ത വഖഫ് സ്വത്തുകൾ മുഴുവൻ പിടിച്ചെടുക്കപ്പെട്ടേക്കാം, അന്യാധീനപ്പെട്ടേക്കാം, കൈകടത്തപ്പെട്ടേക്കാം. അതുകൊണ്ട് വഖഫ് പോർട്ടലുകൾക്ക് പ്രശ്നമുണ്ട്. വഖഫ് പോർട്ടലുകളുടെ ഉള്ളിൽ ചതികളും അപകടങ്ങളും പതിയിരിക്കുന്നുണ്ട്. അത് കൈകാര്യം ചെയ്യുന്ന സ്ഥാനത്ത് വർഗീയതയുടെ മുഖമുദ്രകളെ കാണുന്നുണ്ടെങ്കിലും കാലത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായി നമ്മുടെ രേഖകൾ സമർപ്പിക്കുന്ന വിഷയത്തിൽ മഹല്ല് ഭാരവാഹികൾ, അതുപോലെ നാട്ടുകാരായ ആളുകൾ ഉണർന്ന് ചിന്തിക്കണം. ഈ രേഖ കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എളുപ്പമാണ്. നിങ്ങളുടെ പള്ളിക്ക് എത്ര കൊല്ലത്തെ പഴക്കമുണ്ട്? 947 രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള എത്ര പള്ളികൾ കർണാടകയിലുണ്ട്? എത്ര പള്ളികളുണ്ട്? ഉള്ളാളത്തെ സയ്യിദ് ഷരീഫുൽ മദനി തങ്ങളുടെ ദർഗ 947 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്രയോ മുമ്പ് ഇവിടെ നിലനിൽക്കുന്നതാണ്. കുടകിലെ സൂഫി ഷഹീദ് തങ്ങളുടെ ദർഗ എത്രയോ കാലമായി ഇവിടെ നിലനിൽക്കുന്നതാണ്. 1400 കൊല്ലം മുമ്പുള്ള ദർഗകളും പള്ളികളും തലയുയർത്തി നിൽക്കുന്നില്ലേ? ഗുൽബർഗയിൽ, ഷിമോഗയിൽ, നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ അതിന്റെയൊക്കെ രേഖകൾ എവിടെ? അതൊക്കെ ഇത്രകാലം നമ്മൾ ഉപയോഗിച്ചിരുന്നത് വഖഫ് ബൈ യൂസർ എന്ന ക്രമത്തിലാണ്. മുസ്ലിം ഉമ്മത്ത് കാലം തിരിച്ചറിയാൻ വേണ്ടി പറയാണ് വഖഫ് ബൈ യൂസർ. അത് നമ്മൾ ഉപയോഗിച്ചു വന്നു. ഇനിയിപ്പോ നമ്മൾ അത് അപ്ലോഡ് ചെയ്തു. കുറച്ചു നാൾ കഴിയുമ്പോൾ ഇതിന്റെ മേലൊരു കേസ് വന്നാൽ വഖഫ് ബൈ യൂസർ എന്ന സംവിധാനം തന്നെ ഇല്ലാതെയായി പകരം അതൊരു തർക്കഭൂമിയായി മാറുകയും അതിന്റെ മേലുള്ള തർക്കം പിന്നീട് എന്താകുമെന്നറിയാൻ ബാബരി മസ്ജിദിന്റെ കേസ് മാത്രം വായിച്ചു നോക്കിയാൽ മതി. അപ്പോഴാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, ഇത്ര വലിയ പ്രതിസന്ധിയിലൂടെ മുസ്ലിങ്ങളുടെ വോട്ടും അവകാശങ്ങളും ആധാരവും അടിയാധാരവും പള്ളിയും പ്രമാണങ്ങളും എല്ലാം തോണ്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഉമ്മത്തിലെ ചിലരെങ്കിലും നമ്മുടെ സമൂഹം അപകടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പടച്ചവനെ മറന്നുള്ള ചില പേക്കൂത്തുകളുമായി കല്യാണപ്പുരകളിലേക്ക് വരുന്നത്. ആലോചിച്ചു നോക്കൂ, എത്ര വലിയൊരു പ്രതിസന്ധി ഒരു ഭാഗത്ത് അഭിമുഖീകരിക്കുന്നു. നമ്മൾ ഇത്രകാലം സുജൂദ് ചെയ്തിരുന്ന മണ്ണുകൾ പലതും നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന, കാലക്രമേണ കൈവിട്ടു പോയേക്കാവുന്ന അത്ര വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ പോകുന്നു. അവിടെയാണൊരു ചിന്ത വീണ്ടും വരേണ്ടത്. ഉമർ ബിൻ ഖത്താബ് തങ്ങളിലേക്ക് വരാം. സ്വലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉപ്പ നജ്മുദ്ദീൻ അയ്യൂബി, ബഹുമാനപ്പെട്ടവർ വിവാഹം ചെയ്യാതെ കുറെ നാളുകൾ കഴിഞ്ഞുകൂടി. വിവാഹം കഴിക്കാതെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോഴാണ് ആളുകൾ ചോദിക്കുന്നത്, നജ്മുദ്ദീൻ, നിങ്ങൾക്ക് വിവാഹം ചെയ്യണ്ടേ നജ്മുദ്ദീൻ? നിങ്ങളുടെ സമപ്രായക്കാരൊക്കെ വിവാഹിതരാണല്ലോ നജ്മുദ്ദീൻ. നിങ്ങളുടെ കൂടെയുള്ളവർക്ക് കുട്ടികളായല്ലോ നജ്മുദ്ദീൻ. നജ്മുദ്ദീൻ അയ്യൂബിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്? ഇറാഖിൽ നിന്ന്, പെർഷ്യയിൽ നിന്ന്, ഡമാസ്കസിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ അധികാരത്തിന്റെ കീഴിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഏത് രാജകുമാരിയാണ് വേണ്ടത് നജ്മുദ്ദീൻ? പറഞ്ഞോ, വിവാഹം ചെയ്തു തരാം. അധികാരമുള്ളയാൾ, സമ്പത്തുള്ളയാൾ, കാണാൻ പ്രൗഢിയുള്ളയാൾ ആ മനുഷ്യനോട് പറയുകയാണ് ആരെയാണ് വേണ്ടത്, എവിടെ നിന്നേത് രാജകുടുംബത്തിൽ നിന്നാണ് വിവാഹം വേണ്ടതെന്ന് പറയൂ നജ്മുദ്ദീൻ. വേണ്ട രാജകുമാരിയെ വിവാഹം ചെയ്തു തരാം. ബഹുമാനപ്പെട്ട നജ്മുദ്ദീൻ അയ്യൂബിയുടെ വർത്തമാനം ചരിത്രം രേഖപ്പെടുത്തുകയാണ്. നജ്മുദ്ദീൻ അയ്യൂബി പറഞ്ഞു, എനിക്ക് വേണ്ടതാരെയാണെന്നറിയുമോ? ഷിറാസിലെ അല്ലെങ്കിൽ ഏതെങ്കിലും താഴ്വാരകളിൽ ഇറാനിലെ മനോഹരമായ രാജകൊട്ടാരങ്ങളുടെ ഉള്ളിൽ കണ്ടാൽ ആരും കൊതിച്ചു പോകുന്ന സുന്ദരികളായ സ്ത്രീകളെയല്ല, വസീറുമാരുടെ മക്കളെയല്ല, അധികാരത്തിന്റെ മേലെ ഇരിക്കുന്ന രാജാക്കന്മാർ അവർക്കുള്ള സന്താനങ്ങളായി ലോകം മുഴുവനും രാജ്ഞിമാരെന്ന് വിളിക്കുന്ന സൗന്ദര്യത്തിന്റെ ധാമങ്ങളെയല്ല. എനിക്ക് വേണ്ടത് ഹിജാസിലെ പെൺകുട്ടികളെയല്ല, ഷിറാസിലെ പാട്ടുപാടുന്നവരെയല്ല, ദമാസ്കസിന്റെ താഴ്വാരങ്ങളിൽ ചുറ്റി നടക്കുന്നവരെയല്ല. എനിക്ക് വേണ്ടത് ആരെയാണെന്നറിയുമോ? നജ്മുദ്ദീൻ അയ്യൂബിയുടെ പ്രഖ്യാപനം, എനിക്ക് വേണ്ടത് ഒരു ഉമ്മയാണ്. അത് ഏതുമ്മയാണ്? എന്റെ മകന്റെ ഉമ്മ. എന്റെ മകനാരായിരിക്കണമെന്നറിയുമോ? ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുത്ത് ഇസ്ലാമിന്റെ പ്രൗഢിയും പ്രതാപവും നിലനിർത്താൻ പറ്റിയ ഒരാൺകുട്ടിക്ക് ജന്മം കൊടുക്കാൻ പറ്റിയ ആ പെണ്ണേതാണോ അവളെയാണ് എനിക്ക് വേണ്ടതെന്ന് നജ്മുദ്ദീൻ അയ്യൂബി. എനിക്ക് വേണ്ട ഇണ നാളെ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കാൻ പറ്റിയ ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പറ്റിയ പെണ്ണായിരിക്കണം എന്റെ ഇണ.
ആ കൺസെപ്റ്റ് ഒക്കെ ഇന്ന് മാറിയില്ലേ? ബാക്കി ആ ഹദീസൊക്കെ ഇന്ന് നമ്മൾ നിക്കാഹിന്റെ സദസ്സിൽ മാത്രമേ ഉള്ളൂ. തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ വലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫൾഫറു ബിദാത്തിദ്ദീൻ തരിബത്തി യദാക. ഓക്കേ, അവിടെ തീർന്നു. ബഹുമാനപ്പെട്ട നജ്മുദ്ദീൻ അയ്യൂബിയുടെ കൺസെപ്റ്റിന് കിട്ടിയ സമ്മാനമാണ് ബൈത്തുൽ മുഖദ്ദസ്. എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ? ഇതിപ്പോ അങ്ങനൊന്നും ചിന്തിക്കാൻ പറ്റില്ല. എവിടുന്നെങ്കിലും ഏതെങ്കിലും കിട്ടിയാൽ മതി എന്ന ചിന്തയിലേക്ക് കാലം പോയിട്ടുണ്ട്. വലി മാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ. അതിന്റെ കൂടെ ഇപ്പൊ ഒരു ട്രെൻഡ് കൂടി വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, മോൾക്കൊരു പുതിയാപ്പിളയെ നോക്കുന്നുണ്ട്, സർക്കാർ ജോലിക്കാരനായിരിക്കണം. സർക്കാർ ജോലിക്കാരനായിരിക്കണം. അപ്പൊ നിങ്ങൾ എന്താ വിചാരിക്കുക? സർക്കാർ ജോലിയുള്ള ഒരു പുതിയാപ്പിള കല്യാണം കഴിച്ചാൽ ജീവിതം റാഹത്തായി മുന്നോട്ട് പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എന്നല്ലേ നമ്മൾ കരുതുക. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ഇന്ന് സർക്കാർ ജോലിക്കാരെക്കാൾ നല്ല ചെറുപ്പക്കാർ വേറെയുണ്ട്. സ്വന്തമായി സംരംഭകരായ ട്രേഡ് ചെയ്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഇടപാടുകൾ നടത്തുന്ന, ഓഹരി വിപണികളിൽ നിക്ഷേപിച്ച് ഹലാലായ വരുമാനം കണ്ടെത്തുന്ന, ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയ, അത്യാധുനിക വിപണിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. ലക്ഷങ്ങൾ വാങ്ങുന്ന ഓരോ നിമിഷവും, ഓരോ സമയത്തും, ഓരോ മണിക്കൂറിലും ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് വരുന്ന ചെറുപ്പക്കാർ വേറെയുണ്ട്. അവർക്ക് ചിലപ്പോൾ സർക്കാർ ജോലിയുടെ പകിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരെ നോക്കിക്കൂടെ? എനിക്ക് അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ അയാളോട് ചോദിച്ചത്. എന്നോട് ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഉസ്താദേ, ഇന്റർനെറ്റിൽ നിന്ന് ഗെയിം കളിച്ച് കിട്ടുന്ന പൈസയ്ക്ക് സക്കാത്ത് കൊടുക്കണോ? ഇന്റർനെറ്റിൽ നിന്ന് അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ചോദ്യം വരിക. ഇന്റർനെറ്റ് പഴയ 10 മൊയിൻ്റെ തുഫയുടെ ചോദ്യമല്ല. പക്ഷേ നമ്മുടെ ഫുഖഹ നേരത്തെ തന്നെ അതൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റർനെറ്റിൽ നിന്ന് ഗെയിം കളിച്ച് കിട്ടുന്ന പൈസയ്ക്ക് സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ, വെള്ളിയുടെ പൈസ അത് ഇത്ര കണക്കനുസരിച്ച് കൊല്ലെത്തുമ്പോഴല്ലേ സക്കാത്ത് കൊടുക്കണം. ഞാൻ ചിന്തിച്ചത് ഗെയിമിൽ നിന്നൊക്കെ എന്ത് കിട്ടാനാ? ലാസ്റ്റ് അവൻ പറഞ്ഞു, ഉസ്താദേ 53 ലക്ഷം രൂപ ഉണ്ട് എന്ന് പറയും. ഗെയിം കളിച്ച് കിട്ടി എത്ര പൈസ? എത്ര കാലമായില്ലേ ഫോണിൽ പാമ്പിന് തീറ്റ കൊടുത്ത് ഇങ്ങനെ ജീവിക്കുന്നു. 53 ലക്ഷം രൂപയ്ക്ക് ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോൾ പിന്നെ അതിന്റെ കൃത്യമായ കണക്കുകൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അതെന്റെ അനുഭവമാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എത്രയോ ചെറുപ്പക്കാരുണ്ട് എനിക്കറിയാവുന്ന തന്നെ ഒരുപാട് ആളുകൾ ഇന്ന് വലിയ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഈ പെണ്ണിന്റെ വാപ്പ പറഞ്ഞൊരു മറുപടി ഉണ്ട്. പെണ്ണിന്റെ വാപ്പ പറഞ്ഞു, ഉസ്താദ് അതൊന്നല്ല, എനിക്ക് സർക്കാർ ജോലി തന്നെ മതി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് അതിന്റെ കാരണം? അപ്പൊ പറഞ്ഞു, അഥവാ ഇവൻ തട്ടിപ്പോയാലും ആ ജോലി മൂക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അഥവാ ഇവൻ തട്ടിപ്പോയാലും ആ ജോലി, കർണാടകയിൽ അങ്ങനെയല്ലേ, ആള് മരിച്ചു പോയാൽ ജോലി കിട്ടൂലേ? ഈ ജോലി ആർക്ക് കിട്ടും? പെണ്ണിന് കിട്ടുമല്ലോ. അതൊരു വലിയ ചാൻസ് ആണല്ലോ. പണ്ടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മളെ മോളെ പുതിയാപ്പിള പഠിച്ചവനെ അയാൾക്ക് ദീർഘായുസ് ആഫിയത്തും ഉണ്ടാവണേ എന്നാണ്. ഇന്ന് സർക്കാർ ജോലിക്കാരായ പുതിയാപ്പിളമാരെ, അമ്മായിയപ്പന്മാരൊക്കെ ദുആരക്കുന്നത്, പഠിച്ചവനെ ഇവൻ എങ്ങനെയും തട്ടിപ്പോയിട്ട് ആ ജോലി മോക്ക് കിട്ടണേന്ന്. അപ്പൊ ചുരുക്കത്തിൽ ജനങ്ങളുടെ കൺസെപ്റ്റ് ഈ ദീനിൽ നിന്നൊക്കെ മാറുകയാണ്. ഈ ചിന്തകളിൽ നിന്നൊക്കെ മാറാൻ ബഹുമാനപ്പെട്ട സയ്യിദുന സ്വലാഹുദ്ദീൻ അയ്യൂബി എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഉന്നതനായ മനുഷ്യന്റെ പിറവിക്ക് കാരണമാകുന്നത് ഒരു ഉപ്പയുടെ ചിന്തയാണ്. എനിക്കങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാനാണെങ്കിൽ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു, എനിക്ക് അവരെ ഒന്നും വേണ്ട, എനിക്ക് വേണ്ടത് എൻ്റെ മകൻ. ആ മകൻ നാളെ റബ്ബിന്റെ ദീനിന് ഉപകാരമുള്ള മോനായിരിക്കണം. അവന് ജന്മം കൊടുക്കാൻ പറ്റിയ ഒരു പെണ്ണിനെ കണ്ടാൽ ഞാൻ വിവാഹം ചെയ്യാം. അങ്ങനെയല്ലേ? പാതിരാവിൽ മരുഭൂമിയുടെ നടുവിലൂടെ നടന്നു പോകുന്ന നേരത്താണ് ഒരു വീടിന്റെ ഉള്ളിൽ പ്രകാശം കാണുന്നത്. തന്റെ പ്രജകൾ എന്ത് ചെയ്യുകയാണെന്നറിയാൻ ആ വീടിന്റെ വാതിലിലേക്ക് ചെന്നു നിന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഉള്ളിൽ നിന്ന് കേൾക്കുന്നത്, ഉമ്മ മകളോട് പറയുകയാണ്, മോളെ, പാലിലൊരൽപ്പം വെള്ളം ചേർത്തോ, പാലിൽ അല്പം വെള്ളം ചേർത്തോ മോളെ. ഉടനെ മകള് പറഞ്ഞു, പറ്റൂല, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ രാജ്യമാണ് ഉമ്മ, ഇത് ഉമറിന്റെ രാജ്യമാണല്ലോ, ഇവിടെ പാലിൽ വെള്ളം ചേർത്തുള്ള കച്ചവടം നമുക്ക് വേണ്ട. ഉമ്മ പറഞ്ഞു, പാതിരാവിൽ ഉമർ കാണുമോ മോളെ? മറുപടി വന്നു, ഉമ്മ, പാതിരാവിൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉമർ കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നില്ലയോ ഉമ്മ? വമാ റബ്ബുക ബിഗാഫിലിൻ
മാ തഅമലൂൻ. ആ റബ്ബിൽ നിന്നെങ്ങനെ തിരിയാനാണ്? ആ റബ്ബ് നമ്മെ തൊട്ടൊട്ടും അശ്രദ്ധനല്ലല്ലോ ഉമ്മാ. തന്റെ ഭരണീയരായ മനുഷ്യരുടെ നീതിബോധം കണ്ടിട്ട് അതാ വീട്ടിലേക്ക് തിരിച്ച സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആൺമക്കളിൽ ഒരാളെ വിളിച്ചു വരൂ, അള്ളാഹുവിനെ ഭയപ്പെട്ട് പാതിരാവിലും റബ്ബിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കൂ, അവളെ വധുവായി കൂട്ടിക്കൊണ്ടുവരൂ. രാജ്യം ഭരിക്കുന്ന ഖലീഫയുടെ മകന് പാല് വിറ്റ് ജീവിക്കുന്ന പെണ്ണ് വധുവായി മാറിയത് എന്തുകൊണ്ടാണ്? ആ പെണ്ണ് തഖ്വയുള്ള പെണ്ണാണെന്നൊരു രാത്രിയിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞതുകൊണ്ടാണ്. ഉമ്മ, ഉമർ കണ്ടില്ലെങ്കിലും അല്ലാഹു അത് കാണുന്നില്ലേ ഉമ്മ? ആ ഒരൊറ്റ ചോദ്യമാണ് ഖലീഫയുടെ മകനെ വധുവായി തിരഞ്ഞെടുക്കാൻ. ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒക്കെ പറയാനുള്ളത് ദീനുള്ള പുതിയ ആപ്പിളമാരെയും പുതിയ പെണ്ണിനെയും തിരഞ്ഞെടുക്കുക. കല്യാണം എന്നുള്ളത് ഒരു കുട്ടിക്കളിയല്ല, ഒരു ചൂതല്ല. നമ്മൾ നമ്മുടെ ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോ, ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോ എല്ലാ നിലയിലും ദീനിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അതിന്റെ ചർച്ചകളും ചടങ്ങുകളും മുന്നോട്ട് കൊണ്ടുപോവാം. ദീനുള്ള ഭാര്യയാണോ ഭർത്താവ് രക്ഷപ്പെടും, ദീനുള്ള ഭർത്താവാണോ ഭാര്യ രക്ഷപ്പെടും. അഡ്ജസ്റ്റ്മെന്റിലാണോ രണ്ടാലൊരാളുടെ ദീനോ ദുനിയാവോ ഒക്കെ നശിച്ചു പോകുന്നതാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. കല്യാണം കഴിഞ്ഞാൽ നന്നായിക്കോളും എന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്. കല്യാണം എന്നുള്ളത് ഒരു ഡി അഡിക്ഷൻ സെന്റർ ഒന്നും അല്ല. കല്യാണം കഴിഞ്ഞിട്ട് നന്നാവാൻ, കല്യാണം കഴിഞ്ഞാൽ അവൻ മാറിക്കോളും, അങ്ങനെ ചിന്തിക്കണ്ട. കല്യാണത്തിന് മുമ്പേ തന്നെ അവൻ നല്ലവനാണോ എന്ന് ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുക. അവിടെയെല്ലാം ദീനിനെ മുൻനിർത്തണമെന്ന് പരിശുദ്ധമായ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ഹബീബായ നബി തങ്ങളുടെ ഹദീസുകളും നമ്മെ വിളിക്കുന്നത് അതിലേക്കാണ്. ഇവിടെ ആമുഖമായി സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ജൗഹരി ഉസ്താദ് അവറുകൾ പറഞ്ഞതുപോലെ ഈ ഉമ്മത്ത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഇനി വരുന്ന കാലത്ത് അനുഭവിക്കേണ്ടി വരുമ്പോ ആ പ്രയാസങ്ങളുടെ നടുക്കൽ എഴുന്നേറ്റ് നിന്ന് ഉമ്മത്തിന്റെ കൈപിടിക്കാൻ പറ്റിയ മക്കൾ എനിക്കുണ്ടാകണം, ദീനിനെ കാവലാകാൻ പറ്റിയ മക്കളുണ്ടാകണമെന്ന ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരണം. അല്ലാഹുവിനെ ഭയപ്പെടുന്ന മക്കളുണ്ടാകണമെന്ന വിചാരം വേണം. അതിന് വാപ്പയും ഉമ്മയും തഖ്വയുള്ളവരായി മാറണം. അങ്ങനെയുള്ള വിചാരങ്ങളിലൂടെയാണ് നല്ല സന്താനങ്ങൾ ഉണ്ടായി വരുന്നത്. ചരിത്രം അങ്ങനെയല്ലയോ നമ്മളോട് പറഞ്ഞു തരുന്നത്? സയ്യിദുനാ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അതല്ലേ നമുക്ക് പറഞ്ഞു തരുന്നത്? ഞാൻ ആമുഖം പറഞ്ഞത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വർത്തമാനമാണ്. നീതിയുടെ വർത്തമാനം. ബഹുമാനപ്പെട്ടവർ ഫലസ്തീനിന്റെ മണ്ണിലിറങ്ങിയിട്ട് അവിടുത്തെ പാതിരിമാരോട് പറഞ്ഞു, എല്ലാവരോടും സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു. അവസാനം ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് തങ്ങളെ കൈപിടിക്കുകയാണ്. ഒന്ന് മാറി നിന്നു. അബൂ ഉബൈദ, നിങ്ങൾക്ക് സുഖമല്ലയോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെയ്ത ത്യാഗങ്ങൾ എത്രയാണ് അബൂ ഉബൈദ? അവയെല്ലാം പറഞ്ഞിട്ട് ചോദിച്ചു, മോനെ, ഞാനിവിടെ വന്നിറങ്ങുമ്പോ എന്താണ് എന്നോട് പറഞ്ഞത്? അങ്ങേക്ക് കുതിരപ്പുറത്തിരുന്ന് വരാമായിരുന്നു എന്നല്ലേ? ഞാനിവിടെയൊക്കെ വന്നു കയറിയപ്പോ എന്റെ ശരീരത്ത് ധരിച്ചിരുന്ന വസ്ത്രം അത് തുന്നിപ്പിടിപ്പിച്ച വസ്ത്രമായിരുന്നു എന്നതല്ലേ പരാതി പറയാനുള്ള കാരണം? ഓ അബൂ ഉബൈദ, മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോ ഞാനും എന്റെ പരിചാരകനും തമ്മിലൊരു വാക്കുണ്ടായിരുന്നു. കൃത്യമായ അകലങ്ങൾ ഓരോരുത്തർ ഈ വാഹനത്തിന്റെ മേലെ ഇരുന്ന് യാത്ര ചെയ്യണം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് അടുത്ത നേരം അത് എന്റെ സർവന്റിന്റെ ടേണാണ്. അയാളെ പരിഗണിക്കേണ്ട നേരമാണ്. ആ സമയത്ത് അയാളാണ് കുതിരയുടെ മേലെ ഇരിക്കേണ്ടത്. ഞാൻ ഖലീഫയായിരിക്കാം, അധികാരിയായിരിക്കാം, പക്ഷേ പറഞ്ഞ വാക്ക് ലംഘിക്കാൻ എനിക്ക് സാധ്യമല്ല.
അള്ളാഹുവിന്റെ അടിമയല്ലയോ അവരും ഞാനും അവനും തമ്മിലുണ്ടായിരുന്ന കരാറ് മുറിക്കാൻ എനിക്ക് പറ്റില്ല. ആ കരാറിന്റെ മേലെയാണ് ഞാൻ കഴിയുന്നത്. വാക്ക് പാലിക്കാതിരിക്കാനും അറിഞ്ഞു കഴിയില്ല. വാക്ക് ലംഘിക്കാൻ ഖത്താബിന്റെ മകനെ കിട്ടുകയില്ല. അബൂ ഉബൈദ എന്റെ വസ്ത്രം കണ്ടിട്ടല്ലേ ചോദിച്ചത് എന്തുകൊണ്ട് തുന്നിപ്പിടിപ്പിച്ച വസ്ത്രം ധരിച്ചുവെന്ന്. അബൂ ഉബൈദ ഞാൻ അമീറുൽ മുഅ്മിനീനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് ഹലാലിന്റെ വസ്ത്രമാണ്. ഹലാലല്ലാത്തൊരു വസ്ത്രം ധരിക്കാൻ എനിക്ക് കഴിയില്ല. ഇവ രണ്ടും പറഞ്ഞു മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, അബൂ ഉബൈദ ഞാൻ വരുന്ന വാഹനമോ വന്ന രീതിയോ എന്റെ വസ്ത്രമോ എന്റെ ശൈലിയോ അല്ല. നമ്മെ എന്താണ് മുന്നിൽ നിർത്തുന്നതെന്നറിയുമോ അബൂ ഉബൈദ? ബൈത്തുൽ മുഖദ്ദസിന്റെ താഴെ നിന്ന് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് തങ്ങളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അബൂ ഉബൈദ മുസ്ലിമിന്റെ ഇസ്സത്തിന്റെ അടയാളം അവന്റെ വസ്ത്രമല്ല, അവന്റെ വരവല്ല, അവന്റെ പ്രൗഢിയല്ല. അഇസ്സനാ ബിൽ ഇസ്ലാം, അഇസ്സനാ ബിൽ ഇസ്ലാം. ഇസ്ലാമാണ് നമ്മുടെ ഇസ്സത്ത്. അബൂ ഉബൈദ തങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ, അബൂ ഉബൈദ പ്രൗഢികൾക്കപ്പുറം നമുക്ക് പ്രൗഢി നൽകുന്നത് ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ പ്രൗഢിയല്ലാത്തൊരു പ്രൗഢി നമുക്കില്ല. ഇസ്ലാമാണ് നമുക്ക് ഈ പ്രൗഢികളെല്ലാം തന്നത്. മഹാന്മാരായ സ്വഹാബത്ത് രാജാക്കന്മാരുടെ സവിധങ്ങളിൽ അവതരിപ്പിച്ച ദീനിന്റെ മനോഹരമായ ദർശനത്തെ കാണാം. ഞങ്ങൾ മോശക്കാരായിരുന്നു, ശവം തിന്നുന്നവരായിരുന്നു, പോരാടുന്നവരായിരുന്നു, പരസ്പരം പിച്ച് ചീന്തിയിരുന്നു, ഞങ്ങൾ രക്തം ചിന്തിയിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ഇടയിലേക്ക് അല്ലാഹുവിന്റെ റസൂല് വരുന്നത്. അവിടെ നിന്ന് മനോഹരമായ മതം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ആ മതം ഞങ്ങളുടെ ഉള്ളിലേക്ക് ചെന്നപ്പോ അന്ന് വരെയുള്ള കൊള്ളരുതായ്മകളെല്ലാം ഞങ്ങളിൽ നിന്ന് പടിയിറങ്ങി. ഞങ്ങൾക്കെല്ലാം ഇസ്സത്ത് ദീനാണ്. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ഇസ്സത്ത് ദുനിയാവുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അത് അക്കമിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഇസ്സത്ത് എന്ന് പറയുന്നത് നമ്മുടെ ദീനാണ്. അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചതാണ് നമ്മുടെ ഇസ്സത്ത്. അതിനപ്പുറം ഒരു ഇസ്സത്തില്ല. ബാക്കിയെല്ലാം ദുനിയാവിന്റെ പ്രൗഢികളല്ലയോ. ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബും വലഹുവും വസീനത്തും വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. പരിശുദ്ധമായ കലാം എവിടെയെല്ലാം ഈ ദുനിയാവിന്റെ വിഷയം സംസാരിക്കുന്ന നേരങ്ങളിലും ഉപയോഗിച്ച പ്രയോഗങ്ങൾ കണ്ടില്ലയോ? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. കബളിപ്പിച്ചു കളയുന്ന വിഭവമായിട്ട് ഖുർആൻ അവതരിപ്പിച്ചു തരുകയാണ് ദുനിയാവിനെ. മഹാന്മാരായ സ്വഹാബത്ത് അതിന്റെ മറുപുറത്താണ്. അവര് പറഞ്ഞു, ഞങ്ങളുടെ എല്ലാം പരിശുദ്ധമായ ദീനാണ്. ദീന് വിട്ടുകളയുന്ന ഒരു ശൈലിയും ഇല്ല. ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന ശൈലികൾ സ്വീകരിക്കുന്നില്ല. ദീനല്ലാത്ത ഒരു ഇസ്സത്തുണ്ടെന്ന് ചിന്തിക്കുന്നില്ല. ഇന്നത്തെ പ്രശ്നം അതാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഞാൻ ഉൾക്കൊണ്ടാൽ ഞാൻ പഴഞ്ചനായി പോകുമോ എന്ന ഭയം പല ആളുകളിലും. ഞാൻ നല്ല മട്ടത്തിൽ റാഹത്തായിട്ട് ആണും പെണ്ണും ഇടകലരാതെ മറ്റു കൂത്തുകളൊന്നും ഇല്ലാതെ കല്യാണം നടത്തിയാൽ ഞാൻ ഒരു പഴഞ്ചനായി പോകുമോ, ഔട്ട്ഡേറ്റഡ് ആയി പോകുമോ എന്ന ഭയം പല രക്ഷകർത്താക്കളിലുണ്ട്. അതുകൊണ്ട് എന്തു വേണം? എൻ്റെ മകന്റെ കല്യാണത്തിന്, മക്കളുടെ കല്യാണത്തിന് ഹറാമുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അനുവദിച്ചു കൊടുക്കണം എന്ന ചിന്തയിലേക്ക് പലരും എത്തുന്നുണ്ട്. അവർക്കെല്ലാമുള്ള വർത്തമാനമാണ് ഇസ്ലാം കൂടെ ഇല്ലെങ്കിൽ ഒരു ഇസ്സത്തും ഇല്ല. ഇസ്ലാമാണ് നമ്മുടെ എല്ലാം ഇസ്സത്തിന്റെ അടയാളം, അഭിമാനത്തിന്റെ അടയാളം. അതങ്ങ് മാറി നിന്നാൽ പിന്നെ നമുക്ക് ഇസ്സത്തൊന്നുമില്ല. ഈ മനോഹരമായ സംവിധാനത്തെ അവതരിപ്പിച്ചതും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനാണ്. വിവാഹം എന്ന മനോഹരമായ ഉടമ്പടി. ഇസ്ലാമിലെ വിവാഹം എന്നുള്ളത് ഒരു നിസ്സാരമായ കാര്യമല്ല. ഇസ്ലാമിലെ വിവാഹം എന്നുള്ളത് ഒരു നിസ്സാരമായ കാര്യമല്ല. എത്ര വലിയ വാക്കുകളോടുകൂടിയാണ് ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്.
അവിടെ മുതൽ ആരംഭിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ, കടമകളുടെ, കടപ്പാടുകളുടെ ലോകം എത്രയോ വിശാലമാണ്. സ്വന്തം ഭാര്യ, ആ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സ്വത്തിൽ അനന്തരം പറഞ്ഞ ലോകത്തെ ആദ്യത്തെ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഭാര്യ ഭർത്താവിലേക്ക് ചേരുന്നതോടുകൂടി അയാൾ മരിച്ചാൽ അയാളുടെ സ്വത്തിൽ അവകാശം. മരിച്ചുപോയ മകന്റെ സ്വത്തിൽ ഉമ്മയ്ക്ക് അവകാശമുള്ള ദർശനമാണ് പരിശുദ്ധമായ ഇസ്ലാം. വലി ഉമ്മിഹി സുദുസ്. ഈ ആയത്തൊക്കെ ഓതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീയുടെ അനന്തരാവകാശത്തെ കുറിച്ച് സംസാരിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലാണ്. ലോകം അത്തരം ചർച്ചകളിലേക്ക് വന്നത് പിന്നെയും 10 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. പെണ്ണിന് അവളുടെ ഉറ്റവർ വിട്ടേച്ചുപോയ സ്വത്തിൽ ഏതെങ്കിലും അവകാശമുണ്ടോ എന്ന ചർച്ചയിലേക്ക് ലോകം വരുന്നത് 10 നൂറ്റാണ്ട് കൂടി കഴിഞ്ഞിട്ടാണ്. എത്രയോ സമരങ്ങൾ 1800-കളിൽ 1900-കളിലൊക്കെ നടന്നു. ഭർത്താവിന്റെ സ്വത്തിൽ എനിക്ക് അവകാശം വേണം, മാതാപിതാക്കളുടെ സ്വത്തിൽ അവകാശം വേണം. അവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ ലിർരിജാലി നസീബും മിമ്മാ തറകൽ വാലിദാനി വൽ അഖറബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറകൽ വാലിദാനി വൽ അഖറബൂൻ മിമ്മാ ഖല്ല മിൻഹു ഔ കസുർ. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ഇവിടെ എങ്ങനെ പറഞ്ഞാലും പറയൂലേ, പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. പണ്ടത്തെ വയലിന്റെ മജ്ലിസിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെയൊക്കെ വയലിന്റെ മജ്ലിസിൽ വന്ന ഒരു വലിയ മാറ്റം കൂടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ദിക്റും സ്വലാത്തും ഒക്കെ ചെല്ലുന്ന വയലിന്റെ മജ്ലിസ് പണ്ട്. ഇപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ അവള് ബിസ്ക്കറ്റൊക്കെ തിന്ന്, പലരും സഹാബത്തൊക്കെ പട്ടിണി കിടന്ന കഥയൊക്കെ പറയുമ്പോൾ മുമ്പിലിരിക്കുന്ന കാക്കമാര് പപ്സൊക്കെ തിന്നിട്ട് താടിയിലൊക്കെ പറ്റിച്ചിങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ വയൽ കുറച്ച് കഴിഞ്ഞാൽ കഴിയും. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് കയറി ഇരുന്ന ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ പെണ്ണിന് അനന്തരാവകാശമുണ്ട് എന്ന് പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞിട്ട് 10 നൂറ്റാണ്ടുകൾ കഴിയേണ്ടി വന്നു. ലോകത്തിന് പറയാൻ പെണ്ണിന് അവകാശമുണ്ട്. ഇസ്ലാമിനെ കുതിര കയറാൻ ഇന്ന് ഇസ്ലാമിന്റെ ശക്തികൾ, ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ മത്സരിക്കുന്ന കാലമാണ്. അവിടെ ഈ ചരിത്രമൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണം. എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് പലരുടെയും സ്ത്രീകൾക്ക്, പല സ്ത്രീകൾക്കും അവരവരുടെ ഭർത്താക്കന്മാരുടെയോ പിതാക്കന്മാരുടെയോ സ്വത്തിൽ അവകാശം കിട്ടിയതെങ്കിൽ ഉറ്റവർ വിട്ടേച്ചുപോയ സ്വത്തിൽ പുരുഷൻ അവകാശമുണ്ട്, സ്ത്രീക്കും അവകാശമുണ്ട്. മിമ്മാ ഖല്ല മിൻഹു ഔ കസുർ. അത് കുറഞ്ഞതാകട്ടെ കൂടിയതാകട്ടെ എന്ന് അള്ളാഹുവിന്റെ കലാം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിത്തരുന്നത്. അപ്പൊ അള്ളാഹു പരിശുദ്ധമായ ദീനിനെ അവതരിപ്പിച്ചു തരുമ്പോ ഭാര്യയ്ക്ക് അനന്തരാവകാശം, പെണ്ണിന് അനന്തരാവകാശം, ഉമ്മയായാൽ അനന്തരാവകാശം, എല്ലാ മേഖലകളിലും അവളുടെ അവകാശങ്ങളെ മുഴുവനും സ്ഥാപിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വന്നത്. ഇസ്ലാം മുന്നോട്ട് വെച്ച ആശയത്തിൽ നിന്ന് ഒരല്പം പോലും ലോകം വേറെ ഏതെങ്കിലും ഒരു ശൈലിയിലേക്ക് ഇതാണ് ധാർമ്മികത എന്ന് പറഞ്ഞ് കടന്നുപോയിട്ടില്ല. ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനം ഏതാണോ അതാണ് മൊറാലിറ്റി, അതാണ് ധാർമ്മികത. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു യുവ രാഷ്ട്രീയ നേതാവുമായിട്ട് ബന്ധപ്പെട്ട്. അയാൾ ചെയ്ത തെറ്റെന്താണ്? ഒരു സ്ത്രീക്ക് മെസ്സേജ് അയച്ചു. പല സ്ത്രീകൾക്കും അയാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് അയാളുടെ സ്വാതന്ത്ര്യമല്ലേ? ഇന്നിപ്പോ അങ്ങനൊക്കെ വാദിക്കുന്ന മനുഷ്യരില്ലേ? എല്ലാ മനുഷ്യരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് തുറന്നു വിട്ടേക്കൂ. സോഷ്യൽ മീഡിയ ആപ്പിലൂടെ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിന് അയാൾ കമന്റ് ചെയ്തത്, മെസ്സേജ് അയച്ചത് അയാളുടെ സ്വാതന്ത്ര്യമായി കണ്ടാ പോരെ? അത് പറ്റൂല. ആ സ്ഥാനത്തിരിക്കുന്ന ഒരു പുരുഷൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. രണ്ടാമത് അയാൾ ചെയ്ത തെറ്റെന്താണ്? ഒരു നിശ്ചിതമായ ഉടമ്പടികളൊന്നുമില്ലാതെ മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ടു. വലാ തഖറബുസ് സിനാ. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് കടക്കാൻ പാടില്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ വല്ലദീന ഹും അലാ ഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും. നിങ്ങൾക്ക് ഏർപ്പെടണമെങ്കിൽ, നിങ്ങൾക്ക് ബന്ധം, ലൈംഗികമായ ബന്ധം, ശാരീരിക ആവശ്യം നിറവേറ്റണമെങ്കിൽ നിങ്ങളുടെ അധികാര പരിധിയിലുള്ളവർ, നിങ്ങൾ നിക്കാഹ് ചെയ്തവരായിരിക്കണം.
ഈ ഉടമ്പടികളൊന്നുമില്ലാതെ നിങ്ങൾക്കൊരു പെണ്ണുമായി ബന്ധപ്പെടാൻ പറ്റില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഇത് തന്നെയല്ലേ ഒരു ഭാഗത്തുകൂടി മറച്ച് വളച്ചു കെട്ടിക്കൊണ്ട് പറയുന്നത് അയാൾ മറ്റൊരു പെണ്ണുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു അത്രേ. അതിൽ കുട്ടിയുണ്ടായപ്പോ അതിനെ നശിപ്പിച്ചു കളയാൻ പറഞ്ഞു അത്രേ. പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരം ആർക്കും ആരെയും ആരോടും എപ്പോഴും വേണമെങ്കിൽ ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറയുന്നതല്ലേ പുതിയ കാലത്തെ ട്രെൻഡ്. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോ പെണ്ണ് രംഗത്ത് വരികയാണ്, ഞാൻ ചതിക്കപ്പെട്ടു പോയി. കാരണം ഈ ബന്ധങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. ഈ ബന്ധങ്ങളെല്ലാം പ്രശ്നങ്ങൾ, ഗർഭം, അതിന്റെ ഗർഭധാരണം, അതിന്റെ വേദനകൾ, പ്രയാസങ്ങളെല്ലാം പുരുഷന്റേത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീ രംഗത്ത് വന്നുകൊണ്ട് ഇന്നയാൾ ഇന്നത് ചെയ്തു എന്ന് വിളിച്ചു പറയേണ്ട സാഹചര്യം ഇല്ലാതിരിക്കാനാണ് നിങ്ങൾക്കിടയിൽ മറകൾ ഉണ്ടാകണം. നിങ്ങൾക്കിടയിൽ ഇടപെടുന്ന സമയങ്ങളിൽ കൃത്യമായ അകലമുണ്ടാകണം, കൂടെ മഹ്റമുകൾ ഉണ്ടാകണം, യാത്രയ്ക്ക് ഇന്നാലിന്ന മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. അന്യ സ്ത്രീയുടെ ദേഹത്ത് തൊടാൻ അവളുടെ കൺസേണോ അവളുടെ ഏതെങ്കിലും തരത്തിലുള്ള അനുമതിയോ അല്ല, കൃത്യമായ ഉടമ്പടികളും കരാറുകളുടെയും മേലെയല്ലാതെ ഒരു പെണ്ണിനോട് ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. പറയൂ, ഇതിന്റെ പേരല്ലേ മൊറാലിറ്റി? ഇത് നഷ്ടപ്പെട്ടു പോയി, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നേതാക്കളെയൊക്കെ ആളുകൾ വേട്ടയാടുന്നത്? അവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ തന്നെ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിരോധികൾ തന്നെ പലപ്പോഴും ഇസ്ലാമായിരുന്നെങ്കിൽ ഇസ്ലാമിനെ അറിയാതെ പലപ്പോഴും പലരും ഇസ്ലാമിക നിയമങ്ങളെ വിമർശിക്കുന്ന ആളുകൾ പലപ്പോഴും ഇസ്ലാമിന്റെ നിയമം നല്ലതാണെന്ന് പറയുന്നില്ലേ? മുസ്ലിമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ആശിച്ചു പോകുന്നില്ലേ? അവിടെ എല്ലാ കാലത്തിനും ഇസ്ലാമിന് മറുപടി പറയാനില്ലേ? കാലം എത്ര മുന്നോട്ട് പോയാലും ഇതിന്റെ പേരാണ് മൊറാലിറ്റി. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. അത് പറഞ്ഞു തരുന്നതാരാണ്? ലോകത്തിന്റെ രക്ഷിതാവ്, സൃഷ്ടാവ് അല്ലാഹു റബ്ബുൽ ആലമീൻ. ചൊല്ല് അല്ലാഹു 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 അല്ലാഹ്. കൻസുൽ കറമി മൗലൻ നിഅമി ഹാദിൽ ഉമമി ശരീഅതിഹി അല്ലാഹു 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 മുഹമ്മദുനാ ഹുവ സയ്യിദുനാ والعز لنا لإجابته الله 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 الله. നിങ്ങളെല്ലാവരും ചൊല്ലിയ അല്ലാഹു. അപ്പൊ പരിശുദ്ധമായ ദീൻ അത് അനുഷ്ഠിക്കുന്ന അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ മുറുകെ പിടിച്ചതുകൊണ്ട് ലോകത്തൊരു പ്രയാസവും വരാനില്ല. ലോകത്തൊരു പ്രയാസവും വരാനില്ല. അള്ളാഹുവിന്റെ മതം അനുഷ്ഠിച്ച് ജീവിച്ചതുകൊണ്ട്, കള്ളു കുടിക്കാതെ ജീവിച്ചതുകൊണ്ട്, വ്യഭിചരിക്കാതെ ജീവിച്ചതുകൊണ്ട്, പലിശക്കെടുക്കാതെ ജീവിച്ചതുകൊണ്ട്, അന്യന്റെ മുതൽ കവരാതെ ജീവിച്ചതുകൊണ്ട് ഇവിടെ ഒരു പ്രയാസം ആർക്കും വരാനില്ല. എന്നാൽ അതിന്റെ മൂല്യങ്ങളെ ലംഘിച്ചാലോ? ഇന്നത്തെ യാത്രയിൽ ഞാൻ വായിച്ചു, കേരളത്തിൽ HIV ബാധിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. HIV ആളുകൾ, HIV കേസുകൾ 15 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ള നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. 15 വയസ്സിന് 24 വയസ്സിനിടയിലുള്ള ആളുകളുടെ ഇടയിൽ HIV പോസിറ്റീവ് ആകുന്ന കേസുകൾ വർദ്ധിച്ചു വരികയാണ്.
നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവിടെ ഇസ്ലാമിന് പറയാൻ എത്ര മനോഹരമായ വർത്തമാനങ്ങളില്ലേ. ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ പരിഹാരങ്ങൾ നമ്മുടെ കീഴിലില്ലേ, നമ്മുടെ കയ്യിലില്ലേ. അള്ളാഹുവിന്റെ മതത്തെ മുറുകെ പിടിച്ചാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതിനിപ്പോ നമ്മുടെ മക്കളുടെ കല്യാണത്തിന് ഞാൻ ഇസ്ലാമിക നിയമപ്രകാരമേ നടത്തൂ എന്നൊരു വാപ്പ തീരുമാനം എടുത്താൽ അത് അയാൾക്ക് സാമ്പത്തികമായി ലാഭമാണ്. ഇന്നിപ്പോ കല്യാണങ്ങൾ എത്ര ദിവസം? 3, 4, 5, 6, 7 ദിവസമൊക്കെ കല്യാണം പല സ്ഥലത്തും. കല്യാണം തീരുമാനിച്ചത് മുതൽ നിക്കാഹിന് മുമ്പേ പുതിയ പെണ്ണിനെയും പുതിയ ആപ്പിളയും കൂടി അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. സ്വന്തം മക്കളെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. സേവ് ദ ഡേറ്റ് എടുത്തു വരൂ. എവിടെയെങ്കിലുമൊക്കെ പോയി ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ നിങ്ങൾ തിരിച്ചു വന്നാൽ മതി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം ഇത് അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിക്കാഹ് കഴിഞ്ഞിട്ടില്ലാത്തൊരു അന്യപുരുഷനെയും പെണ്ണിനെയും തനിച്ച് യാത്രയ്ക്ക് അയക്കുക ഇസ്ലാമിക നിയമം. എത്ര വലിയ പുരോഗമനത്തിന്റെ കുപ്പായമിട്ടുവെന്ന് അനുവദിക്കില്ല എന്ന് പറഞ്ഞാലും സ്ത്രീയുടെ സേഫ്റ്റി, സുരക്ഷ എന്ന് പറയുന്നത് അതിൽ തന്നെയാണ്. അപ്പൊ സേവ് ദ ഡേറ്റ് മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ സുബ്ഹാനല്ലാഹ് എത്ര കല്യാണങ്ങൾ. മഞ്ഞക്കല്യാണം, ബ്രൈഡൽ ഷവർ, ഫോട്ടോഷൂട്ടുകൾ, മുസ്ലിങ്ങളുടെ കല്യാണ പന്തലുകളിലേക്ക് വന്നു കയറിയ ഇതരമത സുഹൃത്തുക്കളുടെ ആചാരങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തായ കല്യാണപ്പുരയിലേക്ക് എങ്ങനെയാണ് മഞ്ഞക്കല്യാണം വന്നു കയറിയത്? മഞ്ഞക്കല്യാണം, മഞ്ഞളിൽ കുളിപ്പിക്കുന്ന അത്തരം ചടങ്ങുകൾ ഉത്തരേന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങളുടേതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന നിന്റെ വീട്ടിൽ എങ്ങനെയാണോ അള്ളാഹു പൊരുത്തപ്പെടാത്ത ഇത്തരം ഇതര മത സുഹൃത്തുക്കളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വന്നത്? നീ എന്നിട്ട് മുസ്ലിമാണെന്ന് പറയാൻ നാണമുണ്ടോ എന്ന് മാതാപിതാക്കൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഓതി വെച്ചതുപോലെ ഇസ്ലാമിലേക്ക് യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, എല്ലാ തോന്നിവാസവും കാണിച്ചിട്ട് മുസ്ലിമാണെന്ന് പറയാൻ ഇസ്ലാം എന്നുള്ളത് നിന്റെ സൗകര്യത്തിനനുസരിച്ച് മാറ്റിവെക്കുന്ന മതദർശനമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്തിനെ കല്യാണ പന്തലുകളിൽ കാലുകൊണ്ട് തട്ടിക്കളിക്കുന്ന മാതാപിതാക്കളെയും മക്കളെയും കാണുമ്പോ യാതൊരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീതിയുടെയോ ന്യായത്തിന്റെയോ ഭാഗത്തു നിന്നുകൊണ്ട് നമുക്ക് അതിനെ ന്യായീകരിച്ചെടുക്കാൻ പറ്റുന്ന ചടങ്ങുകളല്ല പലപ്പോഴും നടക്കുക. നിക്കാഹിന്റെ പന്തലുകൾ സിനിമാ പാട്ടുകളുടെ കൂത്തരങ്ങുകളായി മാറി. പുതിയാപ്പിള വരുമ്പോ ഒരു ഡാൻസ്, പുതിയാപ്പിള വരുമ്പോ ഒരു ഡാൻസ്, പുതിയ പെണ്ണിനെ കൊണ്ടുവരുമ്പോ സിനിമാ ഗാനങ്ങൾ. ഞാൻ എന്റെ രക്ഷകർത്താക്കളോടാണ് ചോദിക്കുന്നത്, ഈ കാണിക്കുന്ന കൂത്തുകൾക്കിടയിൽ നിന്ന് ഇവർ ജീവിച്ചു തുടങ്ങുമ്പോ ആ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് എത്രയാണ് ഡൈവോഴ്സ് കേസുകൾ വന്നു കിടക്കുന്നത്? എന്താണ് അതിന്റെയൊക്കെ അടിസ്ഥാന കാരണം? ആടിപ്പാടി തിന്നു കുടിച്ച് കല്യാണ വീടുകൾ മേളങ്ങളാക്കി കോലാഹലങ്ങൾ സൃഷ്ടിച്ച് നടത്തിയ കല്യാണങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാനസികമായി പൊരുത്തമില്ല. ആരാണ് ഇവരുടെ ഇടയിൽ മാനസിക പൊരുത്തമുണ്ടാക്കേണ്ടത്? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ എന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു ബറക്കത്തിന്റെ, അനുഗ്രഹത്തിന്റെ, റഹ്മത്തിന്റെ എല്ലാ ചങ്ങലകളും പൊട്ടിപ്പോകുന്ന പ്രവർത്തനങ്ങളാണ് പല കല്യാണ വീട്ടിൽ നടക്കുന്നത്. ഞാൻ തുറന്നു പറയാൻ, ഹാജിയാരൊക്കെ തന്നെയാണ്. പക്ഷേ മോളുടെ കല്യാണത്തിന് സിനിമാ പാട്ടിട്ട് തുള്ളിയാൽ അത് അല്ലാഹ് പൊരുത്തപ്പെടുമെന്ന് ഒരാളും വിചാരിക്കരുത്. ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ നിയമങ്ങളുണ്ട്. ഇല്ലെങ്കിൽ അത് മാറ്റിവെച്ചോ, ഞങ്ങൾക്ക് ഇത് പാലിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ഇഷ്ടത്തിനാണ്, ആയിക്കോട്ടെ. ഇത് ഇസ്ലാമിന്റെ പേരും വെക്കും. ചിലപ്പോൾ ആലിമീങ്ങളെ വിളിക്കും, ചിലപ്പോൾ പോയി നമ്മൾ കുടുങ്ങിപ്പോകും. നമ്മൾ കുടുങ്ങിപ്പോകുന്ന ചില സന്ദർഭങ്ങൾ അതാണ്. വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് 4 ഭാഗത്തുനിന്ന് പൊട്ടിക്കുക, പുകയിടുക. പുതിയാപ്പിള പുകയുടെ ഇടയിൽ നിന്നൊക്കെ പറഞ്ഞു വരിക. 4 ഭാഗത്ത് നിന്ന് പുക കൊടുക്കുക, എന്നിട്ട് അതിന്റെ ഇടയിൽ നിന്നാണ് ഇറങ്ങി വരിക. പുകച്ച് പുറത്തേ അടിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ അവിടെ വെച്ച് നമുക്ക് തോന്നിപ്പോകും. പുതിയാപ്പിളെ പുകച്ചിട്ട് പുറത്തേ അടിക്കുക. ഞാനൊരു കല്യാണ വീട്ടിൽ പോയി, എന്നെ വിളിച്ചിട്ടാണ് പോയത്. തലേ ദിവസം, പിറ്റേന്ന് നിക്കാഹിന് ചെല്ലാൻ പറ്റൂല, അതുകൊണ്ട് തലേ ദിവസം അവിടെ ചെന്നു. ഞാൻ ചോദിച്ചു, പെണ്ണിന്റെ വാപ്പ എവിടെയാണ്? അപ്പൊ ആദ്യം വന്നവരൊക്കെ പറഞ്ഞു അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ ക്ഷണിച്ചത് മൂപ്പരാണ്, ഞാൻ അദ്ദേഹത്തെ കണ്ട് ഒന്ന് ദ്വാരന്ന് പോകാൻ വന്നതാണ്. അവസാനം ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മൂപ്പരിപ്പോ വരുമെന്ന് തോന്നുന്നില്ല. ഞാൻ ചോദിച്ചു, എവിടെ പോയി? ഈ വീടിന്റെ മേലെ പാട്ട് കേൾക്കുന്നില്ലേ? നാളെ ഓഡിറ്റോറിയത്തിൽ കളിക്കാനുള്ള ഡാൻസിന്റെ സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യാണ് മൂപ്പര്. അവര് വിടൂല മൂപ്പരെ. മോളെ കൂടെ വരുമ്പോ ഡാൻസ് കളിച്ച് വരാം. ഈ മുതല് പള്ളി വന്ന കസേര ഇട്ടാ നിസ്കരിക്കുക, അത് വേറെ കാര്യം.
മാത്രമല്ല ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട്. ഉടനെ തന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാനുള്ള മുതലാണത്. അത് വേറെ കാര്യം. ആ സാധനമാണ് നാളെ പുതിയ പെണ്ണിന്റെ കൂടെ ഡാൻസ് കളിക്കാൻ ശ്രമിക്കുക. ഈ സമൂഹത്തിന് നേതൃത്വം നൽകേണ്ട നട്ടല്ലുകളാകേണ്ട ഓരോ കുടുംബത്തിലെയും കാരണവന്മാരായ കൊച്ചാപ്പമാരും മൂത്താപ്പമാരും ഓഡിറ്റോറിയങ്ങളിൽ കല്യാണപ്പന്തലുകളിൽ തുള്ളുന്ന തുള്ളല് കാണുമ്പോ പുറത്തൊന്ന് നട്ടല്ലുണ്ടോ എന്ന് തപ്പി നോക്കൂ എന്ന് പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. ഈ കൂത്തുകൾക്ക് കൂട്ടുനിൽക്കുന്നത് കാണുമ്പോൾ എത്ര ലക്ഷമാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഈ കാണുന്ന ഹറാമിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഇതൊക്കെ റബ്ബ് ചോദ്യം ചെയ്യാതെ പോകുമെന്ന് ഏതെങ്കിലും ഒരു വാപ്പ വിചാരിക്കുന്നുണ്ടോ? ഈ ഹറാമിന്റെ കൂത്തുകൾക്ക് ചെലവഴിച്ചത് ചോദ്യം ചെയ്യാതെ പോവുകയില്ല. കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോവില്ല. ഈ ലക്ഷങ്ങൾ ചെലവഴിച്ച മക്കള് നാളെ നിങ്ങൾ മരിച്ചാൽ ഒരു യാസീനോദ് നിങ്ങൾക്ക് വിചാരമുണ്ടോ? ഈ ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തിയ പേക്കൂത്തുകൾ അതിൽ മക്കളുടെ സന്തോഷത്തിനാണ് നടത്തിയത്. നിങ്ങൾ മരിച്ചാൽ ഒരു ഫാത്തിഹ ഓതുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ? എത്രയാണ് പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇസ്ലാം എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ ചടങ്ങുകൾ നമുക്ക് നടത്താം. ആളുകളെ വിളിച്ചു കൂട്ടാം, മാന്യമായ ഭക്ഷണം നൽകാം, നല്ല സദസ്സ് സംഘടിപ്പിക്കാം, ഭർത്താവിനും ഭാര്യയ്ക്കും അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. അതിന്റെ ഇടയിൽ എപ്പോഴാണ് മുസ്ലിങ്ങളുടെ ഭവനത്തിലേക്ക് ഇത്തരം ചടങ്ങുകൾ വന്നു കയറിയത് എന്ന്? നിക്കാഹൊക്കെ 2ാം സ്ഥാനത്താണ്. നിക്കാഹിന്റെ ഒക്കെ സ്ഥാനം 2ാമതോ 3ാമതോ ആയി. കാരണം അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി. പുതിയാപ്പിളെ കാത്ത് ഉസ്താദ് വന്നിരിപ്പുണ്ട്, ഇരുന്നോട്ടെ, പുതിയാപ്പിളെ എടുക്കുന്നതിന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടേ മൂപ്പരെവിടെ വരൂ. ഒരു നിക്കാഹിരുന്നപ്പോ തോളിന് നല്ല വേദന, തിരിഞ്ഞു നോക്കുമ്പോ ക്യാമറാമാൻ ഇവിടെ താങ്ങിക്ക, ക്ലോസിന് കിട്ടാൻ വേണ്ടിട്ട് ക്യാമറ ഖത്തീബിന്റെ ചുമലി താങ്ങിക്ക. അപ്പൊ പുതിയാപ്പിളയും വാപ്പയും കിട്ടണമല്ലോ. ഇങ്ങനെ എത്രയാണ് പള്ളിക്കുള്ളിലും അല്ലാതെയൊക്കെ ഇന്ന് എല്ലാ ഹുറുമത്തുകളും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ. എന്നിട്ട് പറയും ഉസ്താദേ, ഇതൊക്കെ നടത്തിയിട്ട് ഇതിൽ നിന്ന് ഉണ്ടാകുന്ന കുട്ടികൾ നല്ലവരാകാൻ ദ്വാരക്കാൻ ഏൽപ്പിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആടിപ്പാടി തിന്നു കുടിച്ച് എല്ലാ മോശ പ്രവർത്തനങ്ങളും നടത്തിയിട്ട് നടക്കുന്ന കല്യാണങ്ങളിൽ നിന്ന് മുഹീദ്ദീൻ ശൈഖ് ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ നടക്കുവോ? കുട്ടി സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാവാൻ വേണ്ടി ദ്വാരക്കണം. ഏത് കല്യാണം? ഈ ഹറാമിട്ട് തുള്ളിയിട്ട് ഹറാമിന്റെ പാട്ടും കേട്ട് പുതിയാപ്പിളയും പുതിയണ്ണും വന്ന കല്യാണത്തിൽ ഉണ്ടാകുന്ന കുട്ടി മുഹീദ്ദീൻ ശൈഖ് ആകണമെന്ന് ആരും വിചാരിക്കരുത്. ഔലിയാക്കളിൽപ്പെട്ട ആളാവണമെന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയുടെ അവസ്ഥ എന്താണ്? ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന വലിയൊരു വിഭാഗം ആളുകൾ, ലഹരികൾക്ക് അടിമപ്പെടുന്ന ആളുകൾ, ഏറ്റവും പുതിയ സിന്തറ്റിക് ഡ്രഗ്സുകൾ അടിമപ്പെട്ടു പോകുന്ന മക്കൾ. ചെറിയ ലഹരിയൊന്നുമല്ല, ജീവിതകാലം മുഴുവനും ലഹരിക്ക് അടിമപ്പെടുന്ന തരത്തിലേക്ക് സിന്തറ്റിക് ഡ്രഗ്സുകളുടെ ഉപയോഗം ഇന്ന് നടക്കുന്നത് ചെറിയ കുട്ടികളിൽ. 13 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള മക്കൾ കഞ്ചാവിനടിമപ്പെട്ട്, LSDക്ക് അടിമപ്പെട്ട്, MDMAക്ക് അടിമപ്പെട്ട് എത്രയോ ഇടങ്ങളിൽ മാരകമായ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നു. അക്കാലത്താണ് ഈ ബന്ധത്തിൽ നിന്ന് എനിക്ക് മക്കളുണ്ടാവണം. ആ മക്കളോ നാളെ ഞാൻ മരിച്ചാൽ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ഞാൻ മരിച്ച 6 അടി മണ്ണിൽ കിടക്കുമ്പോ എനിക്ക് ദുആ ചെയ്യുന്ന മക്കളുണ്ടാകണം. സ്വാലിഹായ സന്താനമുണ്ടാകേണ്ട ബന്ധമാണോ ഹറാമായ പാട്ടുകൊണ്ട് തുടങ്ങുന്നത്? സ്വാലിഹായ സന്താനമുണ്ടാകേണ്ട ബന്ധമാണോ ഹറാമിന്റെ ഡാൻസ് കൊണ്ട് തുടങ്ങുന്നത്? മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, മഹല്ല് കമ്മിറ്റികൾ ഇതിനെതിരെ കൃത്യമായി ഇടപെടണം. നാട്ടിലെ സഹോദരങ്ങൾ, ധാർമ്മികത ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം. ചെറുപ്പക്കാര് പറയണം, എന്റെ കല്യാണം ഞാൻ മാതൃകാപരമായിട്ടാണ് നടത്തുക എന്ന് ചെറുപ്പക്കാര് തീരുമാനമെടുക്കണം. എന്റെ കല്യാണത്തിന് ലക്ഷങ്ങൾ പൊടിച്ചുള്ള അല്ലെങ്കിൽ ഇത്തരം ഹറാമുകളോ കൂത്തുകളോ ഞാൻ അംഗീകരിക്കുന്നില്ല. എനിക്ക് വേണ്ടത് റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. വിശ്വാസിയായിരിക്കുന്ന കാലത്ത് ചിലപ്പോൾ പലതിലും പരിമിതപ്പെടേണ്ടി വരും. അതേ, ലഹരി ഉപയോഗിക്കാൻ ഇവിടെ അനുവാദമില്ല, വ്യഭിചരിക്കാൻ അനുവാദമില്ല, പലിശക്കെടുക്കാൻ അനുവാദമില്ല, അന്യന്റെ വസ്തു മോഷ്ടിച്ചെടുക്കാൻ അനുവാദമില്ല, അന്യന്റെ അവകാശങ്ങളെ എടുക്കാൻ അനുവാദമില്ല.
ഹറാമുകളിലേക്ക് കടക്കാൻ അനുവാദമില്ല. അതെല്ലാം എന്തിനു വേണ്ടിയാണ്? നീയാകുന്ന മനുഷ്യനെ യഥാർത്ഥമായ തറവാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി അത് സുഗമമാകാൻ വേണ്ടിയാണ്, നിന്റെ നിലനിൽപ്പിനു വേണ്ടിയാണ്, നിന്റെ ജീവിതം സന്തോഷമാകാൻ വേണ്ടിയാണ്, നിനക്ക് വേണ്ടി നിന്റെ റബ്ബ് ചിട്ടപ്പെടുത്തിയതാണ്. എന്നാലോ റദീതു ബില്ലാഹ് റദീതു ബില്ലാഹ്, ഞാൻ ഈ റബ്ബിനെ കൊണ്ടങ്ങ് തൃപ്തിപ്പെട്ടവനാണ്. ഇസ്ലാമാകുന്ന ദീന്, ആ ദീനിലായതുകൊണ്ടാണല്ലോ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുള്ളത്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചില നിയമങ്ങളുള്ളത്. എനിക്കത് പ്രശ്നമല്ല. വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയാ, ഞാൻ എൻ്റെ നേതാവിനെ അംഗീകരിക്കുന്നത് കൊണ്ടാണല്ലോ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തത്, ഈ ഹറാമുകളിലേക്ക് കടക്കാൻ കഴിയാത്തത്, ഈ കാണുന്ന മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത്. റസൂലുള്ളാഹിന്റെ തിരുസുന്നത്തിനെ പന്താടുന്ന കാലുകൊണ്ട് ഈ ഉമ്മത്ത് തട്ടിക്കളിക്കുന്ന കാലത്ത് എനിക്കതിന് കഴിയില്ലല്ലോ. ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടാത്ത മുസ്ലിം ചെറുപ്പക്കാരില്ല. ഐ ലവ് മുഹമ്മദ് എന്ന് വിളിച്ചു പറയാൻ നമുക്ക് ഇഷ്ടമാണ്. ഏത് അധികാരി വന്ന് പറയരുതെന്ന് പറഞ്ഞാലും കഴുമരത്തിന്റെ മുമ്പിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മുദ്രാവാക്യമാണത്. കൊലപാതകൾക്ക് മുമ്പിൽ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുദ്രാവാക്യമാണത്. ത്വായിഫിൽ വന്ന കല്ലുകൾക്ക് മുമ്പിൽ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളുടെ മുദ്രാവാക്യമാണത്. ബദറിന്റെ പോരാട്ട നിലങ്ങളിലേക്ക് ഇറങ്ങുന്ന നേരം മഹാന്മാരായ സ്വഹാബിമാരുടെ മുദ്രാവാക്യമാണത്. പാറി വന്ന അമ്പുകളുടെ നടുവിൽ ബഹുമാനപ്പെട്ട അബൂ തൽഹയുടെ മുദ്രാവാക്യമാണത്. പാറി വന്ന അമ്പുകൾക്ക് മുമ്പിൽ ശരീരം കാണിച്ചു കൊടുത്ത ഒരുപാട് വരുന്ന വീരേതിഹാസം രചിച്ച മുൻഗാമികൾ, അവരുടെ ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ബഹുമാനപ്പെട്ട ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കസ്സാബിന്റെ മുമ്പിൽ എത്തിച്ചേരുന്ന നേരം മുസൈലിമത്തുൽ കസ്സാബിന്റെ ചോദ്യം വരികയാണ്. കൈകാലുകൾ ബന്ധിച്ചു കെട്ടിയിട്ടാണ് ചോദിച്ചത്, ഹബീബ് ഇബ്നു സയ്യിദ് അതശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയാണോ? ഉടനെ ഹബീബ് ഇബ്നു സയ്യിദ് തങ്ങൾക്കറിയാം, വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞാൽ എന്റെ ജീവൻ ഇവിടെ പൊലിഞ്ഞു വീഴാൻ പോവുകയാണ്, എന്റെ ശരീരം ഇവിടെ ജീവനറ്റ് വീഴാൻ പോവുകയാണ്. അപ്പോഴും വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ വിശ്വസിക്കുന്നതാ നേതാവിനെ തന്നെയാണ്. അങ്ങനെ എത്രയാണ് നമ്മുടെ മുൻഗാമികൾ ബദറിന്റെ, ഉഹദിന്റെ, ഖന്തക്കിന്റെ, ഖൈബറിന്റെ പോരാട്ട നിലങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച നേരത്തെ ഹൃദയത്തിന്റെ ഭാഗമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൂക്ഷിച്ച മുൻഗാമികൾ. ആ നേതാവിനെ സ്നേഹിക്കാത്ത മുസൽമാനില്ല. ചിലപ്പോ നമുക്ക് ചില അപാകതകളൊക്കെ ഉണ്ടാകാം, പക്ഷേ ഉള്ളിന്റെ ഉള്ളില് മുഹമ്മദീയ പ്രകാശം തെളിഞ്ഞു കത്തുന്നവരാണ്, ആ നേതാവിനോടുള്ള മഹബ്ബത്തുള്ളവരാണ്. ഓ ചെറുപ്പക്കാരാ, നിന്റെ റസൂലിന്റെ തിരുസുന്നത്താണ് മോനെ സിനിമാ ഗാനങ്ങളുടെ അകമ്പടിയിൽ ഓഡിറ്റോറിയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കപ്പെടുന്നത്. നിന്റെ റസൂലുള്ളാഹിന്റെ ചര്യയാണ് മോനെ. ഇതര മത സുഹൃത്തുക്കൾ പോലും ഇതാണോ മുസ്ലിമിന്റെ കല്യാണം എന്ന പേരിൽ ആക്ഷേപിക്കപ്പെടുന്നത്. നിന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്താണ് മോനെ. അവിടെ നടക്കുന്ന പേക്കൂത്തുകളിലൂടെ, കോപ്രായങ്ങളിലൂടെ അടർന്നു വീഴുന്നത് നിന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്താണ് മോനെ. അവിടെ ആളുകളിട്ട് തട്ടിക്കളിക്കുന്നത് ഒന്നാലോചിച്ചു നോക്കൂ. ജീവൻ നഷ്ടപ്പെട്ടാലും എന്റെ നേതാവിനെ ഞാൻ വിട്ടുതരില്ലെന്ന് പറഞ്ഞ സ്വഹാബിമാരെ സ്നേഹിക്കുന്നവനാണോ? നിനക്കതിന് കഴിയുമോ? നിന്റെ നേതാവിന്റെ ചര്യയെ തട്ടിക്കളിക്കുമ്പോ അതിന് അനുവദിച്ചു കൊടുക്കാൻ നിന്റെ ഈമാൻ സമ്മതിക്കുമോ?
ആ നേതാവിനെ നാളെ നമ്മൾ കാണേണ്ടവരല്ലയോ? അവിടെ നിന്ന് ശഫാഅത്ത് വാങ്ങേണ്ടവരല്ലയോ? അവിടെ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിക്കേണ്ടവരല്ലയോ? ആ നേതാവിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ എനിക്കിതൊന്നും ആവശ്യമില്ല, എന്റെ ബന്ധത്തിന് ഇതൊന്നും ആവശ്യമില്ല. ഓരോ ദിവസവും ഇവിടെ ട്രെൻഡുകൾ മാറി മാറി വരും. നിന്റെ കല്യാണം ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾ ഓർത്തിരിക്കാൻ പോകുന്നില്ല. തൊട്ടടുത്ത മണിക്കൂറിൽ ഭക്ഷണം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴേക്ക് അതിന്റെ മായാപ്രപഞ്ചം അവസാനിച്ചു പോയി. നിന്റെ പോക്കറ്റ് കാലിയായതല്ലാതെ ജനങ്ങളുടെ ഹൃദയത്തിൽ കാലാകാലം കൊത്തിവെക്കാനൊന്നും നിനക്ക് കഴിയുകയില്ല. അറിയുമോ? ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യറ്റ് വീണു. മുസൈലിമത്തുൽ കദ്ദാബിന്റെ ചോദ്യം വരുന്നു, അത്തശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉടനെ പറഞ്ഞു, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഓരോ വർത്തമാനത്തിലും ശരീരത്തിന്റെ അവയവങ്ങൾ ഓരോന്ന് ചെത്തിക്കളഞ്ഞു. ഈർച്ചവാളുകൊണ്ട് മുറിച്ചു നീക്കി. അവിടുത്തെ മൂക്ക് അറ്റു വീണുപോയി, ചെവികൾ അറുത്തെടുത്തുപോയി, നാവറുത്തെടുത്തുപോയി. അപ്പോഴും പതറുന്നില്ല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കാലുകൾ, രണ്ട് കൈകൾ, രണ്ട് ചെവികൾ, തൻ്റെ മൂക്ക്, തൻ്റെ നാവും മറുത്തെടുക്കുമ്പോഴും എൻ്റെ ആശയം ഞാൻ പണയം വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ നേതാവ്, എൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുൻഗാമികളുടെ പിൻഗാമികളാണ് നമ്മൾ. ചരിത്രത്തിന്റെ പ്രതിസന്ധികൾക്ക് മേലെ എഴുന്നേറ്റ് നിന്ന് പറയണം, കഴുമരം കണ്ടിട്ടും പേടിക്കാത്ത ആൺകുട്ടികളുടെ പിന്മുറക്കാരാണ് നമ്മൾ. നെഞ്ചു വിരിച്ചു കൊടുത്ത് കാത്തുനിന്ന് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയവരുടെ ബാക്കിയാണ് നമ്മൾ. ഈ രാജ്യത്തിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് വീരേതിഹാസം രചിച്ച മുൻഗാമികളുടെ പിൻഗാമികളാണ് നമ്മൾ. ആ ചരിത്രം ഇന്ത്യൻ മുസ്ലിമിന്, മുസ്ലിമീങ്ങളുടെ ഗതകാല ചരിത്രം എപ്പോഴും നമ്മുടെ ഈമാനിന് കരുത്തേകാനുള്ളതാണ്. പേടിപ്പിക്കാൻ നോക്കരുത്. പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. പുതിയ കാലത്തെ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ പേടി തോന്നുന്നുണ്ടോ? പിശാച് അവന്റെ മിത്രങ്ങളെ കൊണ്ട് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാ അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇല്ലായ്മ ചെയ്യാൻ പോകുന്നു, നശിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ നശിപ്പിച്ചു കളയാനായിരുന്നുവെങ്കിൽ അത് കഴിയേണ്ടത് നമ്രൂദിനായിരുന്നല്ലോ. കോടിക്കണക്കിനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ മനുഷ്യൻ തൗഹീദ് നെഞ്ചിലേറ്റി നിന്ന ഒരേ ഒരാൾ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിമിനെ 5 നേരം നിസ്കാരത്തിൽ ഓർക്കുകയും ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭുവിന് സ്വലാത്ത് ചൊല്ലുമ്പോൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യുന്ന വിശ്വാസി, ഒറ്റ മനുഷ്യൻ അധികാരം മുഴുവനും എഴുന്നേറ്റ് നിന്ന് അധികാരം പ്രതികാരത്തിന്റെ വാളെടുത്ത നേരം ആകാശം മുട്ട ഉയർന്ന പൊടിപടലങ്ങളുടെയും അഗ്നിനാളങ്ങളുടെയും നടുത്തളത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിട്ട് കഴിഞ്ഞോ നമ്രൂദിന്? കഴിഞ്ഞോ? ചരിത്രം വായിച്ചു നോക്കാനുള്ളത് മാത്രമല്ല, ഹൃദയത്തിൽ കുറിക്കാനുള്ളതാണ്. നമ്രൂദിന് കഴിഞ്ഞോ? ഫറോവയ്ക്ക് കഴിഞ്ഞോ? ഒരു കാലഘട്ടത്തിലെ മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളഞ്ഞവൻ. യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും. സകല ആധിപത്യങ്ങളും കയ്യിലുണ്ടായിരുന്ന ഫറോവ അവിടെ ഉണ്ടായിരുന്ന ആൺമക്കളെ മുഴുവനും തലയെറുത്തു കൊന്നുകളഞ്ഞിട്ട് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചത് പരിശുദ്ധമായ ദീനല്ലായിരുന്നു. അതേ നമ്രൂദിന്റെ ഫറോവയുടെ കൊട്ടാരമുറ്റത്ത് പരിശുദ്ധ ദീൻ പരിലസിച്ചു വളർന്നു വന്ന ചരിത്രം നമ്മൾ വായിച്ചില്ലേ? സയ്യിദുനാ മൂസ അലൈഹിസ്സലാം അലറി വിളിക്കുന്ന കടലിൽ ഒതുങ്ങിപ്പോകാനായിരുന്നുവെങ്കിൽ മൂസാ നബിയുടെ ചരിത്രം കൊണ്ട് അവസാനിക്കണമായിരുന്നു. അധികാരത്തിന്റെ ദുർവിനിയോഗത്തിന്റെ മുമ്പിൽ തീർന്നു പോകുമായിരുന്ന ഇസ്ലാമെങ്കിൽ അവസാനിക്കണമായിരുന്നു. ഫറോവയുടെ അധികാരത്തെ അത്രയധികം അത്രയും ഒരു ധിക്കാരി ചരിത്രത്തിൽ വന്നു പോയിട്ടില്ല. ആ ചരിത്രം അവിടെ ബാക്കിയുണ്ട്. കഴിയണമായിരുന്നു അബൂജഹലിന്, കഴിയണമായിരുന്നു ഉത്ബത്തിന്, കഴിയണമായിരുന്നു ശൈബത്തിന്, കഴിയണമായിരുന്നു വലീദിന്. മുസ്ലിമീങ്ങളെ മുഴുവനും ഇല്ലാതെയാക്കാൻ വാളെടുത്തിറങ്ങിയ ചെങ്കിസ് ഖാന് പടയോട്ടം നടത്തി ചരിത്രത്തിന്റെ ഇന്നലകളിൽ കബന്ധങ്ങൾ വീഴ്ത്തിയവർക്ക് ഈ മതത്തിന് മുച്ചൂടുമില്ലായ്മ ചെയ്യാൻ നീയത്തു ചെയ്തിറങ്ങിയ പലർക്കും
ചരിത്രത്തിന്റെ മുമ്പിൽ വീണു പോകാനേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴും യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഓ മുഅ്മിനീങ്ങളെ, ചരിത്രത്തിന്റെ മുമ്പിൽ ചരിത്രമറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ പ്രതിസന്ധികളുടെ മുന്നിൽ നിൽക്കുക. ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാ. നമ്മളോടൊക്കെ ഖുർആൻ സമ്മതിക്കുകയാണ്. പേടി തോന്നുന്നുണ്ടോ? ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും പിശാചിന്റെ മിത്രങ്ങൾ. വലാ തഖാഫൂഹും വഖാഫൂനി, പേടിക്കരുത് എന്നെ പേടിക്കൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ഖൽബിൽ ഈമാൻ തരാണ്. ഈ ഈമാനുള്ള സന്താനങ്ങൾ ദുനിയാവിൽ ഉണ്ടാകണമെങ്കിൽ അതിന്റെ അടിസ്ഥാനമായ നിക്കാഹ് നന്നായിരിക്കണം. ഈ ഈമാനുള്ള സന്താനങ്ങൾ ഭൂമിയിൽ ഇനിയും തുടർന്ന് ഈ ഉമ്മത്തിനെ നയിക്കണമെങ്കിൽ, അവർക്ക് നേതൃത്വം നൽകണമെങ്കിൽ, അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി പറയേണ്ടി വരുന്നത്. നമ്മളൊക്കെ മാതൃകായോഗ്യന്മാരായ ഉമറ ആകണം. നമ്മളൊക്കെ മാതൃകായോഗ്യന്മാരായ മഹല്ലിന്റെ നേതൃത്വമാകണം, സാരഥ്യമാകണം. അള്ളാഹു നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ എൻ്റെ വർത്തമാനം അവസാനിക്കുകയാണ്. നമ്മുടെ പെർമിഷന്റെ സമയം അവസാനിച്ചു എന്നാണ് തോന്നുന്നത്. ഞാൻ വളരെ നേരത്തെ എത്തി. ഏകദേശം രാവിലെ 6 മണിക്ക് യാത്ര 5:30 യാത്ര തുടങ്ങിയതാണ്. വൈകുന്നേരം ഇവിടെ എത്തുമ്പോൾ ഏകദേശം 6:30 ആയിട്ടുണ്ട്. അത്ര നേരം യാത്രയുണ്ട് എൻ്റെ നാട്ടിൽ. ഉസ്മാൻ ഉസ്താൻ അറിയാം, ഇവിടുന്ന് ഇടയ്ക്ക് മീറ്റിംഗ് വിളിക്കുമ്പോൾ അവിടെ വരുന്നതാണ്. അപ്പോൾ അത്രയും യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. നാളെ തിരിച്ചും രാവിലെ അതുപോലെ യാത്ര ചെയ്യേണ്ടതാണ്. നേരത്തെ വന്നപ്പോൾ ഇവിടെ മഴയായതുകൊണ്ടാണ് സ്റ്റേജിലേക്ക് എത്താൻ ഒരല്പം വൈകിയത്. അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഈമാനോട് അടുത്തൊരു തലമുറ ഇവിടെ നിലനിൽക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ മക്കളെ ഈമാനിലായി വളർത്തുക, ഖുർആനിനെ, ഹദീസിനെ, മുൻഗാമികളുടെ ജീവിതത്തെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. വെറുമൊരു നിക്കാഹിലോ വെറുമൊരു വിവാഹത്തിലോ ഒതുങ്ങേണ്ടതല്ല. മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് ദീന് ഇറങ്ങിപ്പോകുന്ന കാലമാണ്. അത് നിക്കാഹി മാത്രമുള്ള വിഷയമല്ല. മുസ്ലിം കുടുംബങ്ങളിൽ നിസ്കാരമില്ലാത്തവരധികരിക്കുന്ന കാലം. ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നിസ്കാരം പഠിപ്പിക്കുക, ദീനിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുക, ദീനിന്റെ ചിട്ടകൾ പഠിപ്പിക്കുക, സുന്നത്ത് ജമാഅത്ത് കൃത്യമായി അവർക്ക് പഠിപ്പിക്കുക. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ 100 കൊല്ലക്കാലം കൊണ്ട് ഇസ്ലാമിന് നേരെ വന്ന എല്ലാത്തിനെയും കൃത്യമായി കൈകാര്യം ചെയ്തു. അള്ളാഹുവിന്റെ ദീനിന് ഭീഷണിയായി വന്ന സകല ആശയ തലങ്ങളെയും നേരിട്ടു. പരിശുദ്ധമായ ദീനിനെ അതിന്റെ തനിമയോടെ ഇവിടെ നിലനിർത്തി. അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ നടപ്പാക്കി. എന്ന് നിങ്ങൾ നോക്കൂ, 12, 13, 14 വിഭാഗങ്ങളായി സലഫി ആശയങ്ങൾ പൊട്ടിച്ചിതറി. ഓരോ വിഭാഗത്തിനും മറുവിഭാഗം മുശ്രിക്കുകളാണ്. ഒരു വിഭാഗത്തിന് ബാക്കിയുള്ള 11 കൂട്ടരും മുശ്രിക്കുകളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തിലേക്ക് നോക്കൂ. ഒരു കാലത്ത് ഗവൺമെന്റ് ജോലി ഹറാമായവർ, വോട്ട് ചെയ്യൽ ശിർക്കായവർ, ഇന്ത്യയുടെ ഭരണഘടന ശിർക്കായവർ ഇന്ന് അധികാരത്തിന് വേണ്ടി പല മുന്നണിയിലും ചേക്കേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് മുന്നണിയുടെ ഭാഗമാകുന്നതിന് മുമ്പെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം അത് ശരിയല്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ, ഇന്ത്യയിൽ ഗവൺമെന്റുകളെ, അതുപോലെ സർക്കാർ ജോലികളെ, പണ്ടതൊക്കെ കേട്ട് സർക്കാർ ജോലികൾ ഉപേക്ഷിച്ചിരുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വൃദ്ധന്മാരായ ആളുകൾ എന്നും നിലനിൽക്കുന്നുണ്ടെന്നും ജീവിച്ചിരിപ്പുണ്ട്. ഒരു കാലത്ത് ശിർക്കായിരുന്നതൊക്കെ ഇന്ന് തൗഹീദായി അവർക്കും മാറിയിട്ടുണ്ട്. അവർക്കും പരിണാമം സംഭവിച്ചു. എവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്കിന്ന് ഏത് മുന്നണിയുടെ ഭാഗമാകുന്നതിന് മുമ്പും ഇവിടുത്തെ കാമ്പുള്ള ഉലമാ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും മഹാന്മാരായ ആലിമീങ്ങളും ആ അപകടങ്ങളെ ഇവിടുത്തെ സമൂഹത്തിന് തുറന്നു കാട്ടിയിട്ടുണ്ട്. അല്ലാതെ ഒരു മുന്നണിയുടെയും ഭാഗമായപ്പോഴല്ല, അതിനു മുമ്പ് തന്നെ ഇവർ അപകടമാണ് എന്നുള്ളതിന് അവരുടെ ഗ്രന്ഥങ്ങൾ പ്രമാണമായി പറഞ്ഞുകൊണ്ട് മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ ഇവിടെ കടന്നുപോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ, അല്ലാഹു അടുത്ത ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനം നമ്മൾ ഒറ്റക്കെട്ടായി, നമ്മൾ ആശയ പൊരുത്തമുള്ളവരാണ്, നമ്മളൊരു ആശയത്തിന്റെ കീഴിൽ ജീവിക്കുന്നവരാണ്. ഒറ്റക്കെട്ടായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കണം, അതിന്റെ സമ്മേളനങ്ങളെ വിജയിപ്പിക്കണം. അതിൽ നമ്മൾ പോയി ഭാഗവാക്കാകണം. അള്ളാഹുവിന്റെ ദീന് നിലനിർത്തിയ പ്രസ്ഥാനമാണെന്ന ചിന്ത വേണം. നമ്മുടെ തലമുറകൾക്ക് കാവൽ നിൽക്കാനുള്ള പ്രസ്ഥാനമാണെന്ന ചിന്ത വേണം. ഈ രാജ്യത്തിന്റെ സമുന്നതമായ ഒരുമയെ പിടിച്ചു നിർത്തിയ, സ്വരുമയോടെ മുന്നോട്ട് നയിക്കാൻ, മുന്നോട്ട് ഗമിക്കാൻ കാരണമായ പ്രസ്ഥാനമാണെന്ന ചിന്ത വേണം. അള്ളാഹു നമ്മുടെ സമ്മേളനങ്ങളൊക്കെയും വലിയ വിജയമാക്കി തരുമാറാകട്ടെ. ഈമാനോടുകൂടി അതിൽ ഉറച്ചു നിൽക്കാൻ നമ്മുടെ അടുത്ത തലമുറയെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാര്യമായി സംഭാവന ചെയ്യണം. പരിശുദ്ധമായ ദീൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത മതമാണ്. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس. ജനങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ടാണ് മഹാന്മാരായ ഔലിയാക്കൾ ഇവിടെ കഴിഞ്ഞുപോയത്. മഹാന്മാരായ അമ്പിയാക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണാനുള്ളതും അതാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകളിൽ നടത്തുന്നുണ്ട്. വാട്ടർ ബെഡില്ലാതെ ഒരേ കിടക്കയിൽ ദിവസങ്ങളോളം കിടന്ന് മുതുക് പൊട്ടിയ പല രോഗികളുണ്ട്. ആ രോഗികൾക്ക് വാട്ടർ ബെഡ് സംവിധാനം നൽകി, വീൽ ചെയറുകൾ വേണ്ടവർക്ക് വീൽ ചെയർ നൽകി, അതുപോലെ ഡയാലിസിസ് രോഗികൾക്ക് ആവശ്യമായ കാർഡുകൾ നൽകി. ഏതെല്ലാം രംഗത്ത് നമ്മുടെ സേവനം വേണമോ ആ രംഗത്തെല്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലും അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിലെ ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. അഅ്ലമു സൗജാതി ഖാദിറാ ഖത്തലഖത് മിൻഹു ആമറാ خطبت أحمد بكرا غنمت منه شبابا صلى الله على محمد. الله على محمد صلى الله عليه وسلم. أرنا وجه الرسول وخديجة والبتول وبني زهر الفحول. رب عجل بالإجابة صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. അല്ലാഹു നമ്മുടെ വേദി ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ വേദി ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ വേദി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ നല്ല മഴയായിരുന്നല്ലോ, അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ കാലാവസ്ഥാ സൗകര്യങ്ങളും വളരെ സന്തോഷകരമായി ഹബീബായ നബി തങ്ങളെ ബറക്കത്ത് കൊണ്ട് സാലിഹീങ്ങളായ മുൻഗാമികളെ ബറക്കത്ത് കൊണ്ടൊക്കെ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ല സംവിധാനം, കാലാവസ്ഥ നന്നായി അല്ലാഹു അനുകൂലമാക്കി തന്നു. അല്ലാഹു നമ്മുടെ ദുആ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. സത്യത്തിൽ മഴ തുടങ്ങിയ പോലെ വിഷമുണ്ടായിരുന്നു. 2 മാസം മുമ്പ് ഈ പരിപാടിക്ക് വേണ്ടി എന്നെ ബുക്ക് ചെയ്തതാണ്, ടിക്കറ്റുകൾ എടുത്തതാണ്. അങ്ങനെ ധാരാളം ഇതിനു വേണ്ടി ഓടി നടക്കുന്ന പ്രവർത്തകരുണ്ട്. ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് സ്ഥിരം നിരന്തരമായി വിളിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ.